പ്രിയ സഹോദരങ്ങളെ, വുദൂഇൻ മുറിയുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ സ്വന്തം മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക എന്ന് പറഞ്ഞു. രണ്ട്, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നും പറഞ്ഞു. എന്നാൽ അതിലിടക്കൊരു തർക്കമുള്ള വിഷയം പറഞ്ഞത്, കീവായി പോയിട്ട് ഒതു മുറിയാണെങ്കിൽ ഒന്നിരിക്കല് ശബ്ദം കേൾക്കണം, അതല്ലെങ്കിൽ വാസന വേണം. അതിന് ഏതാണ്ട് പ്രത്യക്ഷത്തിൽ തെളിവാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ഹദീസിന്റെ അല്പഭാഗം, അതാണ് അവര് അതിനെ തെളിവായി സ്വീകരിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ അന്ന് വിശദമായി പറഞ്ഞതാണ്. എന്നാലും ആ ഹദീസ് ഒന്ന് ഞാൻ വായിച്ചു തരാം, എന്നിട്ട് നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും വിഷയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരാം. അതായത് നമ്മൾ സ്വന്തം ന്യായീകരണം പറയാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ അത് സംബന്ധിച്ച് എങ്ങനെ വിലയിരുത്തുന്നു, ഹദീസ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് മുഹദ്ദിസുകൾ പറഞ്ഞത് നേരിട്ട് പറയാം. നമ്മളിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഓരോ ന്യായീകരണമാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. നിഷ്പക്ഷമതികൾക്ക് വേണ്ടിയിട്ടാണ്. കക്ഷി പിടിച്ചവരോട് ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നിഷ്പക്ഷമതികൾക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അഖ്ബർന അബുൽ ഹുസൈൻ അരീബിന് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിന് ബിഷ്റാന ബി ബഗ്ദാദ قال أخبرنا أبو جعفر محمد بن عمرو بن البختري قال حدثنا عبد الكريم بن حيثمي قال حدثنا عمرو بن مرزوق قال حدثنا شعبة عن سهيل بن أبي صالح عن أبيه عن أبي هريرة رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال لا وضوء إلا من صوت أو ريح. ഇതാണ് ഇപ്പോ ഈ മുബ്തദിഈകളായ മുജാഹിദുകാരും മറ്റും തെളിവ് എന്ന നിലക്ക് കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ലാ വുദൂഅ, വുദൂ ചെയ്യേണ്ടതില്ല, ഇല്ലാ മിൻ സൗത്തിൻ ഔ റീഹിൻ, ശബ്ദം കേൾക്കുന്നതിനാലോ വാസന കേൾക്കുന്നതിനാലോ അല്ലാതെ വുദൂ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അതങ്ങനെ വ്യാപകാർത്ഥത്തിൽ പറ്റില്ല എന്നുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാലോ. ഉദാഹരണം, ഒരാൾ മൂത്രമൊഴിച്ച് നാവ് കൊടുക്കണ്ടെന്നല്ലേ, ശബ്ദമില്ല വാസനയില്ല. അതുപോലെ തന്നെ ഒരാള് മറക്കിരുന്ന് മലവിസർജനം നടത്തി, വാസന കാര്യമായിട്ടില്ല, ശബ്ദമില്ല, എന്നാലും ഒതു മുറിയില്ലാന്നല്ലേ. ഒരാൾ സുഖമായിട്ട് കിടന്നുറങ്ങി, എന്നാലും ഇപ്പൊ അവിടെ ശബ്ദവും വാസനയൊന്നുമില്ലല്ലോ, ഒതു മുറിയില്ലാന്നല്ലേ. അങ്ങനെ നോക്കിയാൽ ആ ഹദീസിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന് ഉറപ്പല്ലേ. അത് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി പറയാണ്, വഹാദാ മുഖ്തസറുൻ, ഈ ഹദീസ് സഹിഹാണ്, ഹദീസിന് കുഴപ്പമൊന്നുമില്ല. ഈ ഹദീസ് മുഖ്തസറാൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞതാണ്, പൂർണ്ണ രൂപം അതിൽ വന്നിട്ടില്ല. തമാമുഹു, എന്നാൽ ആ ഹദീസിന്റെ പൂർണ്ണ രൂപം, ഹദീസ് ശരിക്കും നമ്മൾ പറയല്ല, പശ്ചാത്തലത്തിന്റെ അടർത്തിയെടുത്തതാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ സ്വന്തം വായാടിത്തം പറയല്ലേ എന്ന് ചോദിക്കണ്ട. ഈ ഹദീസിന്റെ പൂർണ്ണ രൂപം ഫീമാ അഖ്ബറന അബൂ അബ്ദില്ലാഹിൽ ഹാഫിളു ഖാല അഖ്ബർന അബൂ ബക്കർ അഹ്മദ് ബിൻ ഇസ്ഹാഖ് അൽ ഫഖീഹ് ഖാല അഖ്ബർന അഹ്മദ് ബിൻ സലമത്ത ഖാല ഹദ്ദസന ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം قال أخبرنا جرير عن سهيل عن أبيه عن أبي هريرة رضي الله تعالى عنه. ده سندين سهيل بن أبي صالح عن أبي صالح ان أبو صالح റിവായത്ത് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രസിദ്ധമായ പരമ്പരയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിന്നിട്ട് വരുന്ന. അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വജദ അഹദുക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ
ഫീ ബത്നിഹി തന്റെ വയറ്റിനകത്ത് ഷൈഅൻ എന്തെങ്കിലും അസ്വസ്ഥത. ആണല്ലോ, ചിലപ്പോ പള്ളന്റെ ഉള്ളിൽ നിന്ന് കുളുകുളു എന്നൊരു ശബ്ദം കേൾക്കും, ചിലപ്പോ ഇങ്ങനെ ഒരു കാറ്റ് മേപ്പോട്ട് കയറണമെന്ന് തോന്നും. ഇങ്ങനെ വയറ്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഒരാൾക്ക് അനുഭവപ്പെട്ടു. ഫഅഷ്കലഅലൈഹി, അവന് സംശയം തോന്നി. ആ ഖറജ മിന്നു ഷൈഉന്നംല, വയറ്റിൽ നിന്ന് വല്ലതും പുറപ്പെട്ടോ ഇല്ലേ എന്ന് സംശയം തോന്നിയാൽ ഫലാ യഖ്റുജന്ന മിനൽ മസ്ജിദി, അവൻ പള്ളിയിൽ നിന്ന് അതിനുവേണ്ടി വുദു എടുക്കാൻ പുറത്തു പോകേണ്ടതില്ല. ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹ, ശബ്ദം കേൾക്കുകയോ വാസന അനുഭവപ്പെടുകയോ ചെയ്തെങ്കിലല്ലാതെ. ഇത് എവിടെയെങ്കിലും പറഞ്ഞതല്ല. റവാഹു മുസ്ലിമുൻ ഫിസ് സഹീഹി, ഈ ഹദീസ് ഇമാം മുസ്ലിം സഹീഹിൽ റിവായത്ത് ചെയ്താ. കേട്ടോ, ഇത്രയും വ്യക്തമായിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രവേശിച്ച ഒരു വ്യക്തി, അവിടെ മൂത്രയിക്കലും കാശിക്കലും ഒന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ അന്യബന്ധനത്തോടൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ ഉവ്വ് മുറിയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, പിന്നൊന്ന് ഉയസ്ഥാനം തൊടല, നിസ്കരിക്കാൻ പോയി പള്ളിയിൽ നിന്ന് കണ്ട് പിന്നെ ഇതുമ തൊടുന്ന പണിയല്ലല്ലോ. അപ്പൊ പിന്നെ ആകെ അവിടെ ഉള്ള സാധ്യതയുള്ള ഒരു കാര്യം കീവായ് പോലെ. അപ്പൊ ഒരാൾക്ക് വയറ്റിൽ ഇങ്ങനെ ഒരു കുളുകുളു ശബ്ദം കേൾക്കുന്നു, കാറ്റ് പോയോ ഇല്ലേ എന്നൊരു സംശയവും. എന്നാൽ കേവലം ആ സംശയത്തിന്റെ പേരിൽ പുറത്തു പോകണ്ട, ഉറപ്പായെങ്കിൽ പോയാൽ മതി. ഇത്ര വിശദമായി പറഞ്ഞൊരു ഹദീസ് സന്ദർഭത്തിൽ നിന്നും ഒരു തുണ്ടം മാത്രം എടുത്ത് റിവായത്ത് ചെയ്തതിനെ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താവുന്ന നിസ്കാരത്തെ നഷ്ടപ്പെടുത്താൻ നോക്കുന്നത് അള്ളാഹനെ വിചാരിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. കീവായി പോയോ എന്ന് മുറിയും. അത് വാസന ഉണ്ടായാലും മുറിയും, വാസന ഇല്ലെങ്കിലും മുറിയും, ശബ്ദം ഉണ്ടെങ്കിലും മുറിയും, ശബ്ദം ഇല്ലെങ്കിലും മുറിയും. പക്ഷെ എന്താണ്, കീവായി പോയി എന്ന് ഉറപ്പ് വേണം. എന്നാൽ അതേ സമയത്ത് വയറ്റിൽ ഇങ്ങനെ പൊറുതിയോട് തോന്നി കീവായി പോയോ എന്നൊരു സംശയം മാത്രമാണെങ്കിൽ അവിടെ ഉറപ്പ് വന്നെങ്കിൽ ഉദു മുറിയുള്ളൂ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അൻ സുഹൈർ ബിൻ ഹർബ് അൻ ജരീർ വഴി ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇന്ന് പറയുന്ന ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്ദർഭം പോലെ പിന്നെ കടന്നു വരാം. ഫത്തുൽ ബില്ലിലേക്ക് വരുന്നു. പറഞ്ഞു പോയ വിഷയത്തിൽ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിഷ്പക്ഷമതികളായ ചില ആളുകളൊക്കെ നമ്മളെ ക്ലാസ്സിൽ കേൾക്കാൻ വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അവരൊരു പക്ഷേ ആ ബന്ധത്തിൽ അറിയാതെ ഒരു പരിഷ്കാരം അല്ലെങ്കിൽ കാലത്തിന് യോജിക്കുന്ന ഒരു പരിഷ്കൃത പ്രസ്ഥാനം എന്നൊക്കെ തെറ്റിദ്ധരിച്ച് മുജാഹിദുകളുടെയോ ജമാഅത്തുകാരുടെയോ ഒക്കെ സഹയാത്രികരായി പോയ ചില നിഷ്പക്ഷമതികൾ ഉണ്ടാവും. അത്തരക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹദീസ് വ്യക്തമായി തന്നെ ഉദ്ധരിച്ചത്. ബാക്കിയും രണ്ട് ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ അതിന്റെ തെളിവുകൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ പറയാം. ഇപ്പൊ നമുക്ക് ഫത്തുൽ മിനോദനി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാലിസുഹ അസ്ബാബു നവാഖിദുൽ വുദൂ, വുദൂ മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തെ കാര്യം മസ്സു ഫർജി ആദമിയിൽ, മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം ഉണ്ടെങ്കിൽ ഔ മഹല്ലു ഖതഇഹി, ഒരാളുടെ ഗുഹ്യസ്ഥാനം മുറിച്ചുപോയി, അങ്ങനെന്തോ രോഗം വന്നിട്ടോ അല്ലെങ്കിൽ അബദ്ധവശാലോ എങ്ങനെയോ അല്ലെങ്കിൽ ആക്രമത്തിൽ പെട്ടിട്ടോ ഗുഹ്യസ്ഥാനം മുറിഞ്ഞുപോയി. എന്നാൽ ആ മുറിഞ്ഞ സ്ഥലം, മുറിക്കപ്പെട്ട ആ സ്ഥലം തൊട്ടാലും വുദൂ മുറിയും. ഇപ്പൊ ഈ ഗുഹ്യസ്ഥാനം തൊട്ടാ വുദൂ മുറിയ എന്ന് പറയുന്നത് തൊട്ടവന്റേതേ മുറിയുള്ളൂ കേട്ടോ. അത് വലൂലി മയ്യത്തിൻ, ഈ ഗുഹ്യസ്ഥാനം മയ്യത്തിൻ്റെതായാലും ശരി, മയ്യത്തിന് വുദൂ മുറിയില്ല, അത് തൊട്ടവന്റെ മുറിയുള്ളൂ, തൊടപ്പെട്ടവന്റെ മുറിയില്ല ഗുഹ്യസ്ഥാനം തൊട്ടായാലും. അപ്പോ ഒരു ജീവനുള്ള മനുഷ്യൻ ഒരു മയ്യത്ത് കുളിപ്പിക്കുകയാണ്, അയാൾ വുദൂ എടുത്ത് തന്നെ കുളിപ്പിക്കണ്, അതിന് മയ്യത്ത് കുളിപ്പിക്കുമ്പോ പ്രത്യേക സുന്നത്താന്ന് പറയും. അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് കഴുകുമ്പോ കൈക്ക് ഉറടണം എന്നാ കണക്ക്, എന്തോ സംഗതി വശാൽ ഉറട്ടിട്ടില്ല. അങ്ങനെ കഴുകുന്ന സമയത്ത് ഈ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് കൈവെള്ള തട്ടിപ്പോയാൽ മുറി അത് മയ്യത്തിൻ്റെതല്ലേ എന്ന് നോക്കേണ്ടതില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഔ സഗീരിൻ, അത് പ്രത്യേകം മനസ്സിലാക്കിക്കുക, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളുടേതാണെങ്കിലും ശരി തൊട്ടാട്ട് വുദൂ മുറിയും. അതായത്
ചെറിയ കൊച്ചു കുഞ്ഞുണ്ട്, കുഞ്ഞു മൂത്രിച്ച് അല്ലെങ്കിൽ കാസിച്ച്, അപ്പൊ ഉമ്മ ഒന്നുകൊടുത്ത് നിസ്കരിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ച് ഇശാ നിസ്കരിച്ചിട്ട് കുപ്പായച്ച് വെച്ച് പോരാ, അതുവരെ ഖുർആൻ ഓതും ചെയ്യാൻ കരുതി നിസ്കാരപ്പായയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നതിന്റെ ഇടക്കാണ് കുഞ്ഞ് മൂത്രയിച്ചു അല്ലെങ്കിൽ കാസിച്ചു എന്ന് മൂത്ത കുട്ടി പറയുന്നത്. അപ്പോ ഇനിയിപ്പോ ഉടനെ പോയി കഴുകിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ആകെ കുട്ടികളല്ലേ, ചെറിയ മക്കളല്ലേ, ആകെ കലക്കസമാവാത്തിയാക്കും. അപ്പൊ എന്നാ പിന്നെ വേഗം എന്താക്കി, ആ കുപ്പായത്തിന്റെ കയ്യൊന്നാണ് കയറ്റി വെച്ച് താഴേക്ക് ഇറങ്ങി കിടക്കുന്നൊന്ന് മടക്കി കുത്തി വേഗം കുഞ്ഞിനെടുത്ത് കൊണ്ടുപോയിട്ട് കഴുകി കൊടുക്കുക. ഈ കഴുകി കൊടുക്കുന്ന സമയത്ത് ഈ പൈതലായ കുഞ്ഞിന്റെ ഗുഹ്യസ്ഥാനത്ത് മുൻദ്വാരത്തിലോ പിന്ദ്വാരത്തിലോ ഉമ്മയുടെ കൈ പറ്റുമല്ലോ കഴുകുമ്പോ. അങ്ങനെ കൈ പറ്റിയാൽ ഉതുമുറിയും. ചെറിയ കൊച്ചു കുഞ്ഞിൻ്റെതല്ലേ എന്ന് നോക്കേണ്ടതില്ല എന്നർത്ഥം. അപ്പോ ജീവനില്ലാത്ത മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനമാണെങ്കിലും വളരെ ചെറിയ പൈതൽ മക്കളുടെ ഗുഹ്യസ്ഥാനമാണെങ്കിലും അതൊക്കെ തൊട്ടാൽ ഉതുമുറിയും. ഇനി ഗുഹ്യസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ കുബുലൻ കാനൽ ഫർജു, ഈ ഗുഹ്യസ്ഥാനം തന്നെ മുൻദ്വാരമാണെങ്കിലും ഔദുബുറൻ പിന്ദ്വാരമാണെങ്കിലും രണ്ടായാലും മുറിയും. പിന്ദ്വാരം തൊട്ടാലും മുറിയും, മുൻദ്വാരം തൊട്ടാലും മുറിയും. എവിടെ തൊട്ടാൽ മുറിയാന്നുള്ളത് തുറന്ന് പറയും. അപ്പൊ ആരും നാണക്കേടൊന്നും വേണ്ട, പറയുമ്പോ മുഴുവനായിട്ട് തന്നെ പറയാണല്ലോ, എന്നാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. മുത്തസിലൻ ദേഹത്തിൽ ചേർന്ന് നിൽക്കുന്ന ഗുഹ്യസ്ഥാനം സാധാരണ അങ്ങനെയാണല്ലോ ഉണ്ടാവുക, അത് തൊട്ടാലും മുറിയും. ഔ മക്തുവൻ അല്ലെങ്കിൽ മുറിക്കപ്പെട്ട ഗുഹ്യസ്ഥാനം, ഒരാളുടെ ലിംഗം പൂർണ്ണമായി മുറിച്ചിട്ടു, ആ മുറിച്ചിട്ട് താഴെ കിടക്കുന്ന ലിംഗത്തുമ തൊട്ടാലും മുതുമുറി ശരീരത്തിൽ നിന്ന് മേർപ്പെട്ടെന്ന്. പക്ഷേ അവിടെ ഒരു ശർത്തുണ്ട്, ലിംഗത്തിന്റെ രൂപത്തിലുണ്ടെങ്കിലാണ്. ഇനി സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനാണെങ്കിലും അങ്ങനെ തന്നെ മുറിച്ച് താഴെട്ട് ആ ഗുഹ്യസ്ഥാനത്തിന്റെ രൂപം ഉണ്ടെങ്കിൽ അതിമ തൊട്ടാൽ മുറിയും, ആ രൂപം ഇല്ലെങ്കിൽ മുറിയില്ല. ഇല്ല മാ ഒന്ന് തൊട്ടാലോചിച്ച് ചേലാകർമ്മം ചെയ്യുമ്പോൾ സുന്നത്തെല്ലാണ് കഴിക്കുന്ന സമയത്ത് മുറിക്കുന്ന തൊലി ഉണ്ടല്ലോ, ആ തൊലി തൊട്ടാൽ അതുകൊണ്ട് മുറിയില്ല. കാരണം അതിനിപ്പോ ഗുഹ്യസ്ഥാനം എന്ന രൂപമില്ല, ഒരു തൊലിച്ചുരുൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോ ഗുഹ്യസ്ഥാനം മുൻദ്വാരമാണെങ്കിലും പിന്ദ്വാരമാണെങ്കിലും സ്ത്രീയുടേതാണെങ്കിലും പുരുഷന്റേതാണെങ്കിലും വലിയവരുടേതാണെങ്കിലും ചെറിയവരുടേതാണെങ്കിലും ജീവനുള്ളവരുടേതാണെങ്കിലും മരിച്ചവരുടേതാണെങ്കിലും ഒക്കെ മുൻകൈയിന്റെ വെള്ളം കൊണ്ട് തൊട്ടാൽ മുറിയും. എന്നാൽ എവിടെയൊക്കെ തൊട്ടാൽ ആ മുറിയ കുമ്മാണെല്ലാം തിരിയ. മുൻദ്വാരം നിറഞ്ഞതിന്റെ പരിധി എത്രേ, പിന്ദ്വാരം നിറഞ്ഞതിന്റെ പരിധി എത്രേ? അതാ വന്നാക്കിലു ഉദു മുറിയുന്ന സ്ഥലം മിനദ്ദുബുരി പിന്ദ്വാരത്തിൽ നിന്നും തൊട്ടാൽ ഉദു മുറിയുന്ന സ്ഥലം മുൽത്തക്കൽ മംഫലി ദ്വാരം കൂടുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ പിന്ദ്വാരം എന്ന് പറഞ്ഞാൽ ദ്വാരം ഉണ്ടല്ലോ, ആ ദ്വാരം ചെന്ന് കൂടുന്ന ആ വട്ടം ചുരുങ്ങിയ സ്ഥലമുള്ളത് അവിടെ തൊട്ടെങ്കിലേ ഉദുമുറിയുള്ളൂ. അതിന്റെ തൊട്ടിപ്പുറത്ത് പ്രശ്നത്തിന്റെ ഉള്ളിൽ ചന്തിന്റെ ഉള്ളിൽ അയിമ തൊട്ടുകൊണ്ട് ഉദുമുറി. അതാ എഴുന്നേറ്റ് നിന്നാ പരസ്പരം കൂടുന്ന, ഇരിക്കുമ്പോൾ അകലുകയും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തമ്മിൽ കൂടുകയും ചെയ്യുന്ന ഈ ഭാഗം തൊട്ടാ ഉദുമുറിയില്ല. മറിച്ച് ആ ദ്വാരത്തിനെ ചേർന്നുള്ള സ്ഥലം തൊട്ടെങ്കിലേ ഉദുമുറിയുള്ളൂ. അപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ, ശ്രദ്ധിച്ചാൽ മതി എന്നർത്ഥം. എന്നാൽ വമിൻ ഖുബുലിൽ മർഅത്തി സ്ത്രീകളുടെ മുൻദ്വാരത്തിൽ തൊട്ടാ ഉദുമുറിയുന്ന സ്ഥലം മുൽത്തഖ ശുഫ്രൈഹ, ആ രണ്ട് തെല്ല്, സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്തിന്റെ രണ്ട് തെല്ല് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് എവിടെ? അലൽ മംഫദി ഭഗദ്വാരത്തിന്റെ മേൽ. അപ്പോ ഭഗദ്വാരത്തിന്റെ മേലെ മൂത്രദ്വാരത്തിനോട് അടുത്തുള്ള ഭാഗം അവിടെ തൊട്ടാവതും മുറിയില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞതുകൊണ്ട് കിട്ടുക. പക്ഷെ അതില് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹൈതമി തങ്ങളും ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഖിലാഫുള്ള സ്ഥലമാണ്. ഭഗദ്വാരത്തിന് നേരെ ആവട്ടെ അതിന്റെ തൊട്ടുമേലെ മൂത്രദ്വാരത്തിന്റെ നേരെ ആവട്ടെ ഈ രണ്ട് ഭാഗത്തുള്ള തെല്ലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം തൊട്ടാൽ ഉദു മുറിയും എന്നാണ് ഇമാം റംലി റഹ്മത്തുള്ള പറയുന്നത്. എന്നാൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് അതില്ല, ഈ ഭഗദ്വാരത്തിന്റെ നേരെ രണ്ട് സൈഡ് തെല്ലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് തൊട്ടെങ്കിലേ മുറിയൂ, അതിന്റെ മുകളിൽ മൂത്രദ്വാരത്തിന്റെ നേരെ രണ്ട് തെല്ലൊരുമിച്ച് കൂടുന്ന സ്ഥലം തൊട്ടാൽ ഉദു മുറിയില്ല എന്നാണ്.
അതുകൊണ്ടാണ് മുൽത്തഖൽ മൻഫദി എന്ന് പറഞ്ഞ് മുൽത്തഖ ശുഫ്രൈഹ അലൽ മൻഫദീൻ ലാ മാ വറാഅഹുമാ. അതായത് പിന്ദ്വാരത്തിൽ മലദ്വാരത്തിന്റെ ചുറ്റുമുള്ള ആ ഒരുമിച്ച് കൂടുന്ന സ്ഥലവും സ്ത്രീകളുടെ മുൻദ്വാരത്തിന്റെ രണ്ട് തെല്ല് ദ്വാരത്തിനോട് നേരിടുന്ന സ്ഥലവും തൊട്ടെങ്കിലേ വുദു മുറിയുള്ളൂ. അതിന്റെ അപ്പുറം തൊട്ടാ വുദു മുറിയില്ല. സ്ഥാനത്തിന്റെ ഒരു മൈതാനി ഉണ്ടല്ലോ, ആ മൈതാനിമ തൊട്ടാലൊന്നും വുദു മുറിയില്ല എന്നർത്ഥം. അതിന്റെ യമീനിലും ഷിമാലിലും അതിന്റെ മുൻവശത്തുമായിട്ടുണ്ടാകുന്ന ഒരു കുറച്ച് ശരീരത്തിന്റെ പ്രത്യേക അവസ്ഥയിലുള്ള നമ്മൾ സാധാരണ ഈ മുൻദ്വാരം എന്ന് പറയുന്ന അതൊക്കെപാടെ തൊട്ടാവുന്ന മുറിയില്ല. മറിച്ച് ഈ ഇടത്തും വലത്തുള്ള രണ്ട് തെല്ലുകൾ ദ്വാരത്തിന് നേരെ കൂടുന്ന ആ സ്ഥലം തൊട്ടെങ്കിൽ മാത്രമേ മുറിയുള്ളൂ. അപ്പൊ വളരെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. കമഹല്ലി ഖിതാനിഹ, അതിന്റെ അപ്പുറമുള്ള തൊട്ടാ മുറിയില്ല എന്ന് പറഞ്ഞതുപോലെ പെണ്ണിനെ മാർക്കം ചെയ്യുന്ന സ്ഥലം. അതിന് പെണ്ണുങ്ങളെ മാർക്കം ചെയ്ത് നോക്കിയല്ലോ. നമ്മുടെ നാട്ടിൽ മാർക്കം ചെയ്യൽ ഫുജൂബാന്നൊക്കെ ഫത്വയിൽ പറയും. പുരുഷന് മാർക്കം ചെയ്യൽ ഫുജൂബായതുപോലെ സ്ത്രീകളെയും മാർക്കം ചെയ്യൽ ഫുജൂബാണ് എന്ന് തന്നെയാണ് ഷാഫി മദ്ഹബിൽ മുഅ്തമദായ ഖൗല്. അറബി രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും പ്രത്യേകിച്ച് ഈജിപ്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായി അത് നടക്കുന്നുണ്ട്. എന്നാൽ ആഫ്രിക്കൻ കൺട്രികളിൽ നടക്കുന്ന കുറെ ഭീകരമായ രീതിയിൽ അങ്ങനെയൊന്നുമല്ല ഇസ്ലാം പറഞ്ഞ്. വളരെ ലളിതമാ. അതായത് മൂത്രദ്വാരത്തിന്റെ നേരെ ഈ രണ്ട് തെല്ലും കൂടി ഒരുമിച്ച് കൂടുന്നിടത്ത് ഉള്ള ആ ത്വരിച്ചുരുളിന്റെ അല്പം കട്ട് ചെയ്ത് കളയാം. അത് അവരുടെ ലൈംഗിക ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി ലഭിക്കാനും അതുപോലെ തന്നെ ഈ ഒരു അഴുക്കുണ്ട് പുരുഷന്റെയും തന്നെ ചർമ്മത്തിനുള്ളിൽ, ഈ മാർക്കം ചെയ്ത് കളയാണ്ട് ചർമ്മത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള വഴുവഴുപ്പുള്ള ഒരു വസ്തുണ്ട്. അത് സ്ത്രീകൾക്കും തന്നെ മാർക്കം കഴിയാഞ്ഞാൽ ഈ തൊലിച്ചുരുളിന്റെ ഉള്ളിൽ ഉണ്ടാവും. അത് ക്രമേണ പല രോഗങ്ങൾക്കും കാരണമാവും. അതില്ലാതിരിക്കാനും സ്ത്രീകൾക്ക് ലൈംഗിക സംതൃപ്തി ശരിയായ രീതിയിൽ ലഭിക്കാനും ഒക്കെ സഹായകമാണ് ഇത് അല്പം കട്ട് ചെയ്ത് കളയൽ. അപ്പൊ അത് ദ്വാരത്തിന്റെ മേലെ മൂത്രദ്വാരത്തിനോടടുത്ത ഭാഗത്തായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ആ സ്ഥലം തൊട്ടാവുന്ന മുറിയില്ല എന്നാണ് ഇപ്പം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മുഅ്തമദാക്കിയ വജ്ഹാണ് ഇപ്പൊ പറഞ്ഞത്. പുരുഷന്റെതോന്ന് അതിന് പറയേണ്ട ആവശ്യമില്ല. പുരുഷന്റെ ലിംഗം തൊട്ടെങ്കിലേ മുറിയുള്ളൂ. അതിന്റെ പറഞ്ഞേക്ക് മൈതാനി തൊട്ടാലും താഴെയുള്ള വൃഷ്ണങ്ങൾ തൊട്ടാലും ഒന്നും മുറിയില്ല. ഇത്ര ശരി തൊട്ടാവുന്നറിയുള്ളൂ എന്ന് പറയുമ്പോ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ തൊട്ടുകൊണ്ടിരിക്കാന്നുള്ള അർത്ഥമല്ല. അതാണ് ഒരു ഇസ്തിദ്റാക്ക്. പക്ഷേ യുന്തബുൽ വുദൂ എടുക്കൽ സുന്നത്താക്കപ്പെടും മിമ്മസ്സി നഹ്വിൽ ആനത്തി, ഗുഹ്യരോമം പോലത്തത് തൊട്ടാൽ തന്നെ. അപ്പൊ ഗുഹ്യരോമം ഉണ്ടാകുന്ന സ്ഥലം തൊട്ടാലും അങ്ങനെ തന്നെയല്ലേ. വുദൂ എടുക്കൽ നല്ലതാണ്. പാകപ്പന്റെ ലിംഗത്തുമ തൊട്ടാലേ പുരുഷന്റെ ലിംഗത്തും വരും പിന്ദ്വാരത്തിന്റെ ആ ദ്വാരത്തിന്റെ തൊട്ടും സ്പർശിച്ചെങ്കിൽ വുദൂ മുറിയുള്ളൂ പറഞ്ഞു. എന്നാൽ ലിംഗത്തിന്റെ താഴെയുള്ള വൃഷ്ണത്തുമ്മലോ അതല്ലെങ്കിൽ ഈ ഗുഹ്യരോമം മുളക്കുന്ന സ്ഥലത്തോ ആ ഗുഹ്യരോമത്തുമ്മലോ ഒക്കെ തൊട്ടാലോ വുദൂ എടുക്കൽ സുന്നത്താ. വുദൂ മുറിയൊന്നുമില്ല. പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഖിലാഫ് ഒഴിവാക്കാൻ വേണ്ടി. നഹ്വിലാനത്തി എന്ന് പറഞ്ഞാൽ പിന്ദ്വാരത്തിലുണ്ടാവും പുരുഷനെ സംബന്ധിച്ചിടത്തോളം രോമം. അതാവാം. മുൻദ്വാരത്തിന്റെ ചുറ്റുമുണ്ടാകുന്നതും ലിംഗത്തിന്റെ താഴെ ഭാഗത്തുണ്ടാകുന്നതും ഒക്കെ ആനത്താണ്. നഹ്വ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്ദ്വാരത്തിലും തന്നെ ഉണ്ടാവും, ചുറ്റുവശത്തും പുരുഷനെ സംബന്ധിച്ച് രോമമുണ്ടാവും. അതുകൂടി ഉൾപ്പെടെ അതൊക്കെ തൊട്ടാൽ വുദൂ സുന്നത്തുള്ളയിൽപ്പെട്ടതാ. അതുപോലെ തന്നെ വബാത്തിനിൽ അല്യത്തി, പൃഷ്ഠത്തിന്റെ ഉള്ള്. ഉള്ള് എന്ന് പറഞ്ഞാൽ ദ്വാരത്തിന്റെ ഇപ്പുറത്ത്. ഉള്ള് എന്ന് പറഞ്ഞാൽ കണക്കാക്കുന്നത് എഴുന്നേറ്റ് നിന്നാൽ പരസ്പരം തമ്മിൽ കൂടുന്ന ഭാഗം. ഇരുന്നാൽ അത് അകലുകയും ചെയ്യും, നിന്നാൽ തമ്മിൽ കൂടുകയും ചെയ്യുന്നു. അതാണ് ഉള്ള് എന്ന് പറയുന്നത്. ആ ഭാഗം തൊട്ടാൽ വുദൂ എടുക്കൽ സുന്നത്ത. വൽ ഉൻസയനി, പുരുഷന്റെ വൃഷ്ണങ്ങൾ അതുണ്ടല്ലോ, മണി എന്നും പറയുന്നു അല്പം ഭാഷയിൽ.
വൃഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് തിരിയാതെ ഒരാൾക്കും നമ്മൾ പറഞ്ഞ മലയാളം തിരിയാതെ പോകരുത്. അത് എല്ലാ ഉസ്താദന്മാർക്കും അങ്ങനെ പറയാൻ മടിയുണ്ടാവും. എന്റെ മുന്നിൽ നിങ്ങൾ മടിച്ചിട്ട് കാര്യമില്ല. ഉണ്ടാകുന്ന ആ വൃഷ്ണങ്ങൾ അല്ലെങ്കിൽ മണികൾ അത് തൊട്ടാലും ഉദു എടുക്കൽ സുന്നത്താണ്, ഉദു മുറിയില്ല. വശാരിൻ നബത്ത ഫൗഖ ദക്കരിൻ, ലിംഗത്തിന്മേൽ മുളച്ച മുടി. അപ്പരിഷ്കാല ലിംഗത്തുമ്മേൽ മുടി മുളക്കും. മുഴുവനായിട്ട് മുളക്കൂലെങ്കിലും അതിന്റെ താഴെ തലക്കൽ കുറച്ച് ഭാഗം, പ്രത്യേകിച്ച് അടിവശത്തായിട്ട് കുറച്ച് ഭാഗം ഉണ്ടാവും. അത് തൊട്ടാൽ അപ്പൊ ലിംഗത്തുമ്പോ തന്നെ ഉള്ളതല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അകത്ത് മറ്റും മുളച്ചു നിൽക്കുന്ന രോമത്തുമ്മ തൊട്ടാ ഉദു മുറിയില്ല, പക്ഷേ ഉദു എടുക്കൽ സുന്നത്താണ്. എന്നാൽ അത് ചിലർക്ക് വളരെ വിശദമായിട്ടുണ്ട്. അത് അതായത് ഒരിക്കൽ സാധിക്കുക മോന് നല്ല ചൊറിച്ചിൽ വന്ന് അതിൽ മൂപ്പരൊന്ന് മാന്തി മനസ്സിലാത്തൊരു സ്ഥലത്താണല്ലോ. ലിംഗം തൊട്ടുപോയോ എന്ന് ചോദിച്ചു. ബാപ്പേനെ ചോദിക്കണം. അള്ളാന്റെ ദീൻ പറയും ഇടിച്ചു കൊടുക്കുകയാണ്. ബാപ്പ മാന്തിയപ്പോ ലിംഗത്തുമ്പോ തൊട്ടു. ആ തൊട്ടല്ലോപ്പാ, എന്നാ മുസൈഫ് അവിടെ വെക്കടാ, ഞാൻ പോയിട്ട് രണ്ടാമത് ആണും മാനും നോക്കി ഉത്തരിക്കല്ല. അള്ളാന്റെ ദീനിൽ പറയേണ്ട കാര്യങ്ങൾ തുറന്ന് അപൂർവമാണ്. തൊടയുടെ മോരട്, മറ്റേ ഈ തൊടയുടെ മോരട് എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, മുൻദ്വാരത്തിനോട് അടുത്ത തൊടയുടെ, ഇടത്തെ തൊടയുടെയും വലത്തെ തൊടയുടെയും ഉൾഭാഗം, അത് ഗുഹ്യസ്ഥാനം അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനവുമായി തൊട്ടു നിൽക്കുന്ന സ്ഥലമാണ്. അത് ഒരു പുരുഷൻ ഒരു ചെറിയ പെൺകുട്ടിയെ തൊട്ടു എന്നാലോ എന്ന് സുന്നത്തിന് ഉദു മുറിയില്ലാന്ന് നമ്മൾ പറയും. അതിന് പറയും. അപ്പൊ വന്നിട്ടില്ല, ഇനി പറയും. അതായത് വലിയവരും മന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ മറയില്ലാതെ തൊടുമ്പോഴാണ് ഉദു മുറിയ. നാലാമത്തെ കാര്യം, ആ ചെറിയ കുട്ടിനെ തൊട്ടു എന്നാലും ഉദു എടുക്കൽ സുന്നത്തുണ്ട്. കാരണം എന്താ, ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹുവിന് 3 ഖൗല എന്ന് പറയും. അതിൽപ്പെട്ട ഒരു ഖൗലിട്ട 3.25 സായത്ത് മാത്രമായ പൈതായാലും വേണ്ടിയില്ല എന്ന് പറയുന്ന തലമുറി എന്നുള്ള ഒരു കൗലുണ്ട്. അപ്പൊ അത് സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, ചെറിയ കുട്ടിയെ തൊട്ടാലും പെൺകുട്ടിയാണെങ്കിൽ തൊട്ടാവുന്ന എടുക്കൽ സുന്നത്ത് അവതൂറിയില്ല, എന്നാലും സുന്നത്ത് സൂക്ഷ്മത. അമ്രദീങ്ങൾ എന്ന് പറഞ്ഞാൽ കോമളബാലൻ എന്നാണ് അതിന് സാധാരണ പരിഭാഷ പറയാ. എന്ന് പറഞ്ഞാൽ താടി മീശയൊന്നും മുളച്ചിട്ടില്ലാത്ത ആൺകുട്ടികൾ. അത് 2 തരത്തിലുണ്ട്. അമ്രദിൻ ഹസനിൻ എന്ന് ചില ഇമാമിങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏത് അമ്രദിനെയും തൊട്ടൽ ഉദു എടുക്കൽ സുന്നത്താണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ബലപ്പെടുത്തിയ അഭിപ്രായം. എന്നാൽ കൂടുതൽ പ്രശസ്തമായ മറ്റൊരു അഭിപ്രായമുള്ളത്, സൗന്ദര്യമുള്ള കുട്ടികളെ തൊട്ട എന്തായാലും ഉദു എടുക്കൽ സുന്നത്തുണ്ട്. സൗന്ദര്യം ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ ശഹ്വത്തോട് കൂടി തൊട്ടാലേ ഉദു എടുക്കൽ സുന്നത്താവുള്ളൂ. അങ്ങനെ വ്യത്യാസമുണ്ട് അത്ര. താടി മീശി മുളക്കാത്ത കണ്ടാൽ ആകർഷണീയതയുള്ള കുട്ടികളെ, ആൺകുട്ടികളെ തൊട്ടാലും ഉദു എടുക്കൽ സുന്നത്തുണ്ട്. അത് സൗന്ദര്യമുള്ള കുട്ടികളാണെങ്കിൽ ശൈവത്തോട് കൂടി തൊട്ടാലും അല്ലെങ്കിലും സുന്നത്തുണ്ട്. സൗന്ദര്യം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ശൈവത്തോട് കൂടി തൊട്ടാൽ സുന്നത്തുണ്ട്. അബുറസ, വെള്ളപ്പാണ്ട് രോഗം. വെള്ളപ്പാണ്ട് രോഗമുള്ള ആളുകളെ തൊട്ടാൽ ഉദു മുറിയൊന്നുമില്ല, എന്നാലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഉദു എടുക്കൽ സുന്നത്തുണ്ട്. വേണ്ട യഹൂദിയൻ, യഹൂദിയായിരിക്കുന്ന കാഫിറിനെ തൊട്ടാലും ഉദു എടുക്കൽ സുന്നത്തുണ്ട് എന്നല്ല, മറ്റേത് കാഫിറിനെ തൊട്ടാലും ഉദു എടുക്കൽ സുന്നത്തുണ്ട് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വുജൂബുള്ള കാര്യമല്ല, സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഇനി അതിന്റെ പുറമെ വമിൻ നഹ്വി ഫസ്ദിൻ പറഞ്ഞപ്പോക്കെന്ന് പറയാം, ചോര കുത്തിയെടുക്കൽ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഉദു എടുക്കൽ സുന്നത്താണ്. അതായത് ഇപ്പൊ രക്തദാനമൊക്കെ വലിയ പുണ്യകരമായിട്ടാണല്ലോ പറയാ, അത് തെറ്റൊന്നുമില്ലാണോ? ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ രക്തം അല്പം ദാനം ചെയ്താൽ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. രക്തം മുക്കാൻ പാടില്ല, അത് ഹറാമാണ്. എന്നാൽ ദാനം ചെയ്യാം. അങ്ങനെ രക്തം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് രക്തം എടുത്തു, എന്നാൽ ഉദു ഉള്ള സമയത്താണ് അത് ചെയ്തതെങ്കിൽ രണ്ടാമത് ഉദു എടുക്കൽ സുന്നത്തുണ്ട്. ഉദു എടുത്തൊരു മനുഷ്യൻ ലൈംഗിക വികാരത്തോട് കൂടി നോക്കി, ആരെ നോക്കിയാലും മനസ്സിലായില്ലേ, പെണ്ണിനെ നോക്കിയാലും
ആണിനെ നോക്കിയാലും ചെറിയോലെ നോക്കിയാലും വലിയോലെ നോക്കിയാലും വലൗ ഇലാ മഹ്റമിൻ, അത് സ്വന്തം മഹറമായ ഉമ്മ, പെങ്ങള്, മകള് തുടങ്ങിയ തൊട്ടാവുതു മുറിയാത്ത മഹറമിലേക്കാണെങ്കിൽ പോലും ലൈംഗികമായ ചുവയോടുകൂടി ലൈംഗിക വികാരത്തോടുകൂടി നോക്കിയാൽ ഉതൊടുക്കൽ സുന്നത്ത് തന്നെ. അപ്പോൾ ഹലാലാവൂലട്ടോ, അത് വേറെയും പറഞ്ഞുതരാ. സ്വന്തം പെറ്റ ഉമ്മാനെ തന്നെ ലൈംഗിക വികാരത്തോടു കൂടി നോക്കൽ ഹറാമാ, സ്വന്തം മകളായാലും സ്വന്തം പങ്ങളായാലും. അപ്പൊ അവരെയൊക്കെ മുട്ടുമക്കളാണ്, അല്ലാത്തൊന്നും ഔറത്തല്ല നോക്കാന്നൊക്കെ പറഞ്ഞ എവിടേക്കാന്നാ? ശൈവത്തോടു കൂടി അല്ലാതെ നോക്കുന്നിടത്തേക്കാണ്. ശൈവത്തോടു കൂടിയാണെങ്കിൽ സ്വന്തം ഉമ്മനെ നോക്കലും പങ്ങളെ നോക്കലും മോളെ നോക്കലും ഒക്കെ ഹറാബ് തന്നെ. ഇനി മാത്രല്ല, നാക്കാലിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാവുന്ന മുറിയില്ലല്ലോ. എന്നാൽ നാക്കാലിന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് ഒരാൾ ശൈവത്തോടു കൂടി നോക്കിയാലോ ഹറാമാണ്. അതാണ് ലൈംഗികമായ ഉദ്ദേശം വെച്ചുകൊണ്ട് ലൈംഗിക വികാരത്തോടു കൂടി നാക്കാലിന്റെ ഗുഹ്യസ്ഥാനത്തേക്ക് നോക്കുക, സ്വന്തം മകളെ പെങ്ങളെ ഉമ്മാനൊക്കെ നോക്കൽ ഹറാമാണ്. ഇങ്ങനെ ശൈവത്തോടു കൂടി നോക്കിയാൽ വുദു എടുക്കൽ സുന്നത്താവുകയും ചെയ്യും. മാത്രല്ല വതലഫുദൻ ബിമാസിയത്തിൻ, കുറ്റകരമായ കാര്യങ്ങൾ സംസാരിച്ചു, ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, കളവ് പറഞ്ഞു തുടങ്ങിയ മഹറമുകാരനെ കെട്ടൽ ഹറാമായ ആളുകൾ വിവാഹബന്ധം ശൈവത്തോടു കൂടി ഹറാമാണ്. അങ്ങനെ നോക്കിയാൽ വുദു എടുക്കൽ സുന്നത്തുമാണ്. ഇനി കളവ്, അതുപോലെ തന്നെ ഗീബത്ത്, നമീമത്ത് പോലെയുള്ള ഹറാമായ കാര്യങ്ങൾ സംസാരിച്ചു, എന്നാലും വുദു എടുക്കൽ സുന്നത്താണ്. വാളബിൻ, ദേഷ്യം വന്നു, ദേഷ്യം രണ്ടിയാതിണ്ട്. കാര്യമുള്ളതിന് ദേഷ്യം പിടിക്കുന്നതുകൊണ്ട് കാര്യമില്ലാത്തതിന് ദേഷ്യം പിടിക്കുന്നതുകൊണ്ട്. എന്തിന് ദേഷ്യം പിടിച്ചാലും വുദു എടുക്കൽ സുന്നത്താ. നല്ലോണം ഏറെ പിടിച്ചു, ഒരു തെറ്റ് കണ്ടിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, എന്നാൽ പോലും വുദു എടുക്കൽ സുന്നത്തുണ്ട്. പിന്നെ വഹംലി മയ്യിത്തിൻ, മയ്യിത്തിനെ ചുമന്നാൽ അവര് വുദു എടുക്കണം. മയ്യിത്തിനെ കുളിപ്പിച്ചാൽ കുളിക്കണം, മയ്യിത്തിനെ ചുമന്നവർ വുദു എടുക്കണം. വമസ്സിഹി, മയ്യിത്തിനെ തൊട്ടാലും വുദു എടുക്കൽ സുന്നത്തുണ്ട്. മനസ്സിലായില്ലേ? മയ്യിത്ത് തൊട്ടാൽ വുദു എടുക്കുക, മയ്യിത്ത് ചുമക്കാൻ വേണ്ടി വുദു എടുക്കുക, മയ്യിത്ത് കുളിപ്പിക്കാൻ വേണ്ടി വുദു എടുക്കുക. എന്നാൽ മയ്യിത്ത് കുളിപ്പിച്ചവർ കുളിക്കൽ മുഅക്കദായ സുന്നത്താണ്. ചില ഇമാമിങ്ങൾക്ക് വുജൂബാണെന്ന് വരെ അഭിപ്രായമുണ്ട്. അതിനതിപ്പെട്ടല്ല. മാത്രമല്ല വഖസ്ലുഫ്രിൻ, നമൂർച്ചു, കയ്യിന്റെയും കാലിന്റെയൊക്കെ നമൂർച്ചാൽ വുദു എടുക്കൽ സുന്നത്തുണ്ട്. വുദു ഉള്ളപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് വുദു വെച്ചാൽ ഒന്ന് വുദു എടുക്കൽ സുന്നത്തുണ്ട്. വശാരിബിൻ, മീശ വെട്ടുക. അപ്പം ചോദിക്കേണ്ടത് താടി വടിച്ചാലോ? താടി വടിക്കാൻ പാടില്ല, അത് ഹറാമാണ്. പിന്നെ വഹൽക്ക് റസിഹി, മുടി കളയാ, തലമുടി കളയാ, എന്നാലും വുദു എടുക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വുദു എടുക്കൽ സുന്നത്തുള്ളതാ. ആട്ടെ, ഞാൻ അതിന്റെ ബാക്കി പറയാം. വഖറജ ബി ആദമിയിൻ, മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെടും. ഫർജുൽ ബഹീമത്തി, മൃഗങ്ങളുടെ, നാക്കാലി മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനം, അത് തൊട്ടാല് വുദു മുറിയില്ല. മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുദു മുറിയ. എന്താണ് അത് തമ്മിൽ വ്യത്യാസം? ഇത് കാരണം ലായുഷ്തഹ, മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനം നോക്കിയാല് സാധാരണഗതിയിൽ ആദത്തൻ അതിന്മേൽ വികാരം തോന്നാറില്ല എന്ന്. ആദത്തൻ എന്ന് കൂട്ടണം. ലായുഷ്തഹ ആദത്തൻ, ആദത്തിൽ അതിനെ ശൈവത്വമൊക്കെ പെടാറില്ല. എന്താ ആദത്തിന്റെ മാറ്റം? ചില നാക്കാലികളെ പോലത്തെ ഇരുകാലികളുണ്ട്, ഒരു നാക്കാലികളുടെ ഗുഹ്യസ്ഥാനത്ത് നോക്കിയാലും ഓർക്ക് ശൈവത്തുണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയല്ല, ഗർഭിണിയായ പശുവിനെ രാത്രി കഴിച്ചുകൊണ്ടുപോയി മരത്തുമ കെട്ടിയിട്ട് ലൈംഗികമായി ഉപയോഗപ്പെടുത്തി കൊന്ന അനുഭവം പത്രത്തിൽ വന്നിട്ട് ഒരു കൊല്ലം അവിടെ ഉള്ളൂ. അങ്ങനത്തെ ചില മൃഗങ്ങൾ ഉണ്ടാവും. അത് പക്ഷേ ആദത്തൻ അല്ല, അവനൊരു ലൈംഗിക മാനസിക രോഗിയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ആദത്തൻ ശഹ്വത്ത് തോന്നുന്നതല്ല എന്നതുകൊണ്ടാണ് മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനം തൊട്ടാവുന്നു മുറിയില്ല എന്ന്.
വമിൻസമ്മ ഇതുകൊണ്ട് തന്നെ എന്നറിയതുകൊണ്ട് സാധാരണ ലൈംഗിക വികാരം തോന്നാറില്ല എന്ന കാരണം കൊണ്ടാണ് ജാസന്നവറുയിലേഹി നാക്കാലികളുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കൽ ജായിസാകും എന്ന് പറഞ്ഞത്. പക്ഷേ ഒരാൾ ശരീരത്തോടു കൂടി നോക്കുകയാണെങ്കിലോ ഹറാമാണേനും. ഒരു ചെങ്ങായി അങ്ങനത്തെ ഒരു മൃഗാണ്, ഓന് കാല് രണ്ടെണ്ണേ ഉള്ളൂ എന്നുള്ളൂ, വേറൊക്കെ മൃഗാണ്. ഓന് തോന്നുകയാണ് ഒരു മൃഗത്തിന്റെ ഗൃഹസ്ഥാനത്തേക്ക് നോക്കിയപ്പം ഓന് ശഹവത്ത് തോന്നുന്നു. എന്നാൽ അവനെ സംബന്ധിച്ച നോട്ടം ഹറാമാണ്, തുടരും ഹറാമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഉദൂ മുറിയില്ല, അത് ആഴത്തിൽ കൊള്ള നോക്കിയിട്ടാണ്. എന്തുകൊണ്ട് തൊടുക? സ്ത്രീ പുരുഷൻ അല്ല, ഗുഹ്യസ്ഥാനം തൊടുക എന്തുകൊണ്ട്? ബിബത്തുനിക്കഫിൻ, മുങ്കയ്യന്റെ പള്ള കൊണ്ട് തൊടണം, അപ്പോഴേ ഉദൂറിയുള്ളൂ. മുങ്കയ്യന്റെ പള്ള കൊണ്ട് തൊടുക. എന്തുകൊണ്ട്? ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്, മമ്മസ്സ ഫർജഹു ഫല്യതവല്ല, അങ്ങനെ ഹദീസ് മുഴുവൻ. മമ്മസ്സ ഫർജഹു, ഏതെങ്കിലും ഒരാൾ തന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഫല്യതവല്ല, അവൻ വുദൂ ചെയ്തു കൊള്ളട്ടെ എന്ന്. വഫീ റിവായത്തിൻ, വേറെ റിവായത്തിലുണ്ട്, മമ്മസ്സ ദക്കറൻ, ആരെങ്കിലും ലിംഗം സ്പർശിച്ചാൽ ഫല്യതവല്ല, അവൻ വുദൂ ചെയ്തു കൊള്ളട്ടെ. എന്തിനാ രണ്ടെണ്ണം പറഞ്ഞതെന്നറിയോ? അധിക റിവായത്തിൽ മമ്മസ്സ ദക്കറഹു ഫല്യതവല്ല എന്നുള്ളത്. അപ്പൊ ഇത് പുരുഷന്മാരുടെ ലൈംഗിക അവയവമാവുന്ന ലിംഗം തൊട്ടെങ്കിൽ മാത്രമേ വുദൂ മുറിയൂ എന്നൊരു ധാരണ വരും. അത് ശരിയല്ല. ഏത് പുരുഷന്റേതായാലും സ്ത്രീയുടേതായാലും മുൻദ്വാരായാലും പിൻദ്വാരായാലും വുദൂ മുറിയും എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് മമ്മസ്സ ഫർജഹു ഫല്യതവല്ല എന്ന റിവായത്ത് കൂടിക്കൊടുത്ത്. അപ്പൊ അതേ ഉദ്ദേശം തന്നെ മമ്മസ്സ ദക്കറൻ ഫല്യതവല്ല എന്ന് പറഞ്ഞതിനൊന്ന് എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ ലിംഗം സ്പർശിച്ചാൽ വുദൂ ചെയ്തു കൊള്ളട്ടെ, അപ്പൊ യോനി സ്പർശിച്ചാലോ അല്ലെങ്കിൽ പിൻദ്വാരം സ്പർശിച്ചാലോ എന്നൊരു സംശയം വരും. ആ സംശയമൊക്കെ നീങ്ങും മമ്മസ്സ ഫർജഹു എന്ന റിവായത്ത് ആദ്യം കൊടുത്തതിനാണ്. ആരെങ്കിലും തന്റെ ഫർജ് തൊട്ടാൽ, ഫർജ് എന്ന പേര് ലിംഗത്തിനും പറയും, യോനിക്കും പറയും, അതുപോലെ തന്നെ പിൻദ്വാരത്തിനും പറയും. അപ്പൊ അത് തന്നെയാണ് മമ്മസ്സ ദക്കറഹു എന്ന് പറയുന്ന ഹദീസിന്റെയും ആശയം. എന്നാൽ ഈ മുങ്കയ്യന്റെ പള്ള എന്ന് പറഞ്ഞ ഏതാ? വബത്തുനുൽ കഫി, മുങ്കയ്യന്റെ പള്ള എന്ന് പറയുന്നത് ഹുവ ബത്തുനുർ റാഹത്തൈനി, രണ്ട് ഉള്ളം കയ്യിന്റെ പള്ളയാവുന്നു. ഉള്ളം കൈ പറഞ്ഞാൽ ബെരലിന്റെ മുമ്പുള്ള, ബെരല് വരെ ഉള്ളതിനാണ് റാഹത്ത് പറയാ. പിന്നെ വബത്തുനുൽ അസാബി, വിരലുകളുടെ പള്ളയും. അപ്പോ ഉള്ളം കൈയിന്റെയും വിരലുകളുടെയും പള്ള മാത്രമല്ല, വൽ മുൻഹരിഫു ഇലൈഹിമ, ഈ ഉള്ളം കൈയിലേക്കും വിരലുകളുടെ പള്ളയിലേക്കും ചാഞ്ഞു നിൽക്കുന്ന ഭാഗം, എന്തെന്തിബാക്കിഹിമ, ഈ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈയും വലത്തെ കൈയും കൂടി തമ്മിൽ കൂട്ടുക. എങ്ങനെ? യസീരി തഹാമുരിൻ, ചെറുതായൊന്ന് അമർത്തലോടുകൂടി ഉള്ളം കൈയിൽ വെച്ചിട്ട് വിരലുകളിൽ വെച്ചിട്ട് അല്പം ഒന്ന് അമർത്തിയാൽ പരസ്പരം തൊടുന്ന സ്ഥലം ഏതൊക്കെയോ അതാണ് ഈ ഉള്ളം കൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത സ്ഥലം പെടൂല അർത്ഥം. വെറുതെ ഇങ്ങനെ വെച്ചാൽ പോലെ അല്പം ഇങ്ങനെ അമർത്തുമ്പോൾ കുറച്ച് ഭാഗം കൂടി പെടും. ആ പെടുന്ന സ്ഥലം എവിടെ നോക്കുക, അത്രയും സ്ഥലം കൊണ്ട് തൊട്ടാലാണ് വുദൂ മുറിയ. അതായത് ദൂന റൂസിൽ അസാബിഇ, വിരലിന്റെ തലകളെ തൊട്ടുപോയത് വിരലിന്റെ തുഞ്ചൻ തല കൊണ്ടാണ്. ഇങ്ങനെ വിരല്, ഒരു കയ്യിന്റെ വിരലും മറ്റേ കയ്യിന്റെ വിരലും തമ്മിൽ കൂട്ടിയിട്ട് അല്പം ഒന്ന് അമർത്തിയാൽ തൊടാതെ തുഞ്ചായി നിൽക്കുന്നുണ്ടല്ലോ, ആ ഭാഗം കൊണ്ട് തൊട്ടാവുന്നു മുറിയില്ല. വമാ ബൈനഹുമ, വിരലിന്റെ ഇട കൊണ്ട് തൊട്ടാലും വുദൂ മുറിയില്ല. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോ ചോദിക്കലുണ്ട്, ഉള്ളം കയ്യിന്റെ പള്ള കൊണ്ട് തൊട്ടാലല്ലേ വുദൂ മുറിയുള്ളൂ? അതേ ഉള്ളൂ. അപ്പൊ രണ്ട് വിരലിന്റെ ഇടയുണ്ട് ലിംഗം പിടിച്ചിട്ട് മൂത്രമൊഴിച്ചാലോ? അമുറിയിൽ സാധയെന്ന് ഭയം പറയാം. കാരണം എന്താ? വിരലിന്റെ ഇട കൊണ്ട് തൊട്ടാവുന്ന മുറിയില്ലാന്ന് അറിയണല്ലോ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മൂത്രമൊഴിച്ചാൽ എന്ന് പറഞ്ഞാൽ കുട്ടി അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയല്ല, മൂത്രമൊഴിച്ചാൽ മുറിയുന്നത് പിടിച്ചുകൊണ്ടല്ല, വിരലിന്റെ ഇട കൊണ്ട് പിടിച്ചാൽ അതുകൊണ്ട് വുദൂ മുറിയില്ല. ഓക്കെ. വഹർഫിൽ കഫി, ഉള്ളം കൈയിന്റെ തന്നെ സൈഡ് തെല്ല്,
എന്നാൽ തമ്മിൽ ഇങ്ങനെ അല്പം ശക്തി അമർത്തിയിട്ട് തൊടാത്ത ഇപ്പുറത്തെ സൈഡ് ഭാഗങ്ങളെ കൊണ്ട് അപ്പൊ ഉള്ളം കൈയിന്റെ സൈഡ് ഭാഗം, വിരലുകളുടെ ഇട, വിരലിന്റെ തല എന്നിവ കൊണ്ടൊന്നും തൊട്ടാൽ ഗുഹ്യസ്ഥാനം തൊട്ടാവുന്നില്ല. എന്നല്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ കൊണ്ട് തൊട്ടാലും ഒന്നും മുറിയില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആയി. അപ്പോ 3 കാര്യം. ഇനി ഒന്നും കൂടി ഉണ്ട് അല്ലേ? ഇവിടെ തീരുവാ. ഇനി ഒരു ഹാത്തിമത്തുണ്ട്, അവിടെ വരെയാണ്ട് പോകല്ലേ. ഇന്നലെ ഏതായാലും ഓതിയിട്ട് ഞാൻ കവാ വീട്ടിക്കാള. വറാബിയോഹ 4-മത്തത് ഉദു മുറിയുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് 4-മത്തേത് തലാഖി ബശറത്തൈ ദക്കരിം വ ഉൻസ. തലാഖി ബശറത്തൈ ദക്കരിൻ വ ഉൻസ, സ്ത്രീയുടെയും പുരുഷന്റെയും തൊലികൾ കൂടിച്ചേരുക. തലാഖ് ചെയ്യാൻ ഒന്നൊന്നിനോട് കൂടിച്ചേരുക. വലോ ബിലാ ശഹ്വത്തിൻ, അത് വികാരമൊന്നുമില്ല, ലൈംഗിക ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെയാണ് തൊട്ടതെങ്കിലും ശരി, എന്നാലും ഉദു മുറിയും. അതായത് മനഃപൂർവ്വം അല്ലെങ്കിലും അതും കൂടി കൂട്ടണ്ട, വലാ കസ്തിൻ കൂട്ടണം. അതായത് മനഃപൂർവ്വമല്ല, അതുപോലെ തന്നെ ലൈംഗികമായ ചിന്തയോടുകൂടിയുമല്ല, എന്നാലും മുറിയും. മാത്രല്ല വലോ വൈങ്കാന അഹദുഹുമ, തൊട്ടെ അല്ലെങ്കിൽ തൊടപ്പെട്ട രണ്ടിൽ ഒരാളായിരുന്നാലും മുക്റഹൻ, നിർബന്ധിതനാക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പേടിച്ചോടാണ്, ഓടുത്താണ്, ഇവൻ പോയിട്ട് എന്തായി ബലത്താൽ പിടിച്ചതാ, എന്നാലും കണക്ക് തന്നെ. അല്ല രണ്ടാളോടും കൊഞ്ചി കൊഴഞ്ഞുകൊണ്ട് പിടിച്ചതാണ്, എന്നാലും കണക്ക് തന്നെ. എങ്ങനെയാണെങ്കിലും ഒരാൾ നിർബന്ധിതപ്പെട്ടതാണ്, അല്ലാതെയാണ്, അതൊന്നും നോട്ടല്ല. ഔ മയ്യിത്തൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മയ്യത്ത് ഒരു പുരുഷൻ തൊട്ടു, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ മയ്യത്ത് ഒരു സ്ത്രീ തൊട്ടു, എന്നാലും ഉദു മുറിയും. പക്ഷെ അവിടെ ഒന്ന് പറയാണ്ട്, ലാക്കിൻ മയ്യത്തിന്റെ അവിടെ ലാ യൻഖുദു വുദൂഉൽ മയ്യിത്തി, മയ്യത്തിന്റെ ഉദു മുറിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ തൊട്ടോന്റെയും തൊടപ്പെട്ടോന്റെയും മുറി. ജീവനുള്ളവരാണ്, ശൈവത്തോടു കൂടിയാണെങ്കിലും ശൈവത്തില്ലാതെയാണെങ്കിലും ഒക്കെ മുറിയും. പക്ഷേ തൊട്ടാള് ജീവനുള്ള ആളാണ്, തൊടപ്പെട്ട ആള് മയ്യത്താണ്. എന്നാലോ അവിടെ മയ്യത്തിനൊന്നും മുറിയില്ല. കാരണം എന്താ വെച്ചാൽ മരിച്ച മയ്യത്തിന് തെക്ലീഫില്ല, അദ്ദേഹത്തിന്റെ തെക്ലീഫ് മരണത്തോടു കൂടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ മുക്കല്ലഫീങ്ങൾക്ക് ഉള്ള കടമ ആ മയ്യത്തിനെ കുളിപ്പിച്ചു കൊടുക്കലും ഉദു എടുത്തു കൊടുക്കലും സുന്നത്തും. അത് കഴിഞ്ഞാൽ പിന്നെ മുറിയാന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം തെക്ലീഫ് ഉള്ളവർക്കേ ബാധകാവുള്ളൂ. മയ്യത്തിന് തെക്ലീഫ് ഇല്ലാത്തവർക്ക് മയ്യത്തിൻ്റെത് മുറിയുക എന്ന പ്രശ്നം വരുന്നില്ല. ഓക്കെ. പിന്നെ വൽ മുറാദു ബിൽ ബശറത്തി ഹുന, ഈ പരസ്പരം തൊട്ടാൽ ഉദു മുറിയുന്ന വിഷയത്തിൽ തൊലി തൊലി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരി, മുടിയല്ലാത്തതാ. മുടി തൊട്ടാ മുറിയില്ല എന്നർത്ഥം. കാരണം തൊലി തൊട്ടാൽ പറഞ്ഞാൽ മുടി തൊട്ടാ മുറിയില്ല. വല്ലുഫ്രി, നഖം അല്ലാത്തതുമാണ്. നഖം അതുപോലെ തന്നെ പല്ലും, നഖത്തിന്റെ പിന്നെ ഉള്ളിലുള്ളതായതുകൊണ്ട് പ്രത്യേകം പറയാത്തതായിരിക്കും. പല്ല് എല്ലിന്റെ കൂട്ടത്തിൽ പെട്ടതാണല്ലോ. പല്ല്, നഖം, മുടി എന്നിവ അല്ലാത്തതിനെ സംബന്ധിച്ചാണ് ഇവിടെ തൊലി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മളെ വകയല്ല. കാലഹു ശൈഖുന ആനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങനെ പറഞ്ഞു. ഏത് തൊലി തമ്മിൽ ചേരുക എന്ന് പറഞ്ഞതുകൊണ്ട് മുടിയും പല്ലും നഖവും ഒഴിച്ചുള്ള ഭാഗമാണ്. മാത്രമല്ല വയറു ബാത്തിനില്ല, ഇനി കണ്ണിന്റെ ഉള്ളു ഒഴിച്ചു. കണ്ണിന്റെ ഉള്ളിൽ തൊട്ടാളൊറിയിലാന്ന്. അപ്പൊ ഒരാളെ തൊടണമെന്ന് കീശിരിക്കൊരു പൂതി, എന്താ വെച്ചാൽ കണ്ണ് ഒഴിച്ചു തൊട്ടോ ഞാൻ അപ്പൊ തൊടും. പറയുമ്പോ കണ്ണിന്റെ ബെല്ല് കൊണ്ടുപോകുമ്പോഴത്തേക്ക് കണ്ണിമ്മി കണ്ണിന്റെ പോളമ തൊട്ടാളൊറിയും ചെയ്യും. പോള നല്ലോണം പൊന്തിച്ച് പിടിച്ചു. ഞാൻ ആ വെളുത്ത അല്ലെങ്കിൽ ആ കറുത്ത അവിടെ തൊട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ വല്ല കൊണ്ടുപോയിട്ട് അതിന്റെ ഉള്ളു മാത്രം തൊട്ടാളൊറിയിലാന്ന്. അതിന് കണ്ണ് നീച്ച് നിക്കണം. അപ്പോത്തിനുമ്പോൾ കണ്ണ് പൂട്ടൽ കഴിയൂലേ, പൂട്ടുമ്പോ തൊലിമ തൊട്ടാ ഒന്ന് മുറിഞ്ഞും ചെയ്ത്. എന്നാലും ഇപ്പൊ മസന പറയുന്നതിന് കുറവൊന്നുമില്ല, കണ്ണിന്റെ ഉള്ളു തൊട്ടാലും മുറിയില്ല. ഈ പെണ്ണും പാണും തമ്മിൽ തൊലി തമ്മിൽ ചേർന്ന ഉദു മുറിയെന്ന് പറയാൻ കാരണം എന്താ? തെളിവ് വേണ്ടേ?
തെളിവ് എത്രമാണ് നിങ്ങൾക്ക്? ലിഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനുൽ ശരീഫിലൂടെ പറഞ്ഞതാണ്. 2 സൂറത്ത് പറഞ്ഞാണ്. സൂറത്തുൻ നിസായിലും പറഞ്ഞാണ്, സൂറത്തുൽ മാഇദയിലും പറഞ്ഞാണ്. 2 സൂറത്തിലായിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഔ ലാമസ്തുമുൻ നിസാഅ, നിങ്ങൾ സ്ത്രീകളെ തൊടുകയും ചെയ്താൽ എന്ന്. ലാമസ എന്ന് പറഞ്ഞാൽ അന്യോന്യം അങ്ങനത്തെ മക്കണ്ടങ്ങള്. ഏത് അന്യോന്യം തൊടുക എന്നാ ലാമസന്റെ അർത്ഥം. സാധാരണഗതിയിൽ ഒരു സ്ത്രീ പുരുഷന്മാർ അന്യോന്യം തൊട്ടു എന്ന് പറയുന്ന പ്രയോഗം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. ഇവിടെയും അങ്ങനെ തന്നെ എന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ജിന്നിന്റെ നേതാവായിട്ട് ജിന്നുകൾ പിരിച്ചുവിട്ട ഞങ്ങളെ മുജ്തഹിദാകാൻ പോയ മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ, കൂക്കണ ഡോക്ടർ, മൂപ്പര് പറഞ്ഞ അവിടെ ഷാഫി ഇമാമിനെ പെച്ചതാണ്. എന്താ ഇപ്പൊ മൂപ്പർക്ക് ഇജ്തിഹാദിന്റെ ഊക്കി. ലാമസ എന്ന് പറഞ്ഞതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാന്നുള്ളൂടോ അർത്ഥം ഭാഷയില്, അറബി ഭാഷയില്. മറ്റേത് മജാസാണ്. ഏത് ലാമസ എന്ന വാക്കിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന അർത്ഥം കൊടുക്കുന്നത് മജാസാണ്, അലങ്കാര പ്രയോഗമാണ്. അറബി ഭാഷയിൽ ഒരു നിയമം അത് കൂക്കണയിലിടോ. എന്താ മജാസ് ഉപയോഗിക്കണമെങ്കിൽ ബി കരീനത്തിൻ മാരിഅത്തിൻ അൻ ഇറാദത്തി മാ ഹുവ ലഹു, അഥവാ അതിന്റെ ഹഖീഖത്ത് മാന ഉദ്ദേശിക്കാൻ പാടില്ലാത്ത തടസ്സമാകുമാറുള്ള തെളിവുണ്ടെങ്കിലേ അലങ്കാര പ്രയോഗിക്കുന്നതിന് തടസ്സമാകുമാറുള്ള കരീനത്ത് ഉണ്ടെങ്കിൽ ആ കരീനത്തിൻ മാനിയത്തിൻ അൻ ഇറാദത്തി മാ ഹുവ ലഹു എന്ന ഹഖീഖത്ത് മാന ഉദ്ദേശിക്കുന്നതിൽ നിന്നിട്ട് തടസ്സമാകുമാറുള്ള കരീനത്തുണ്ടെങ്കിലേ അവിടെ എന്ത് വെക്കാൻ പാടുള്ളൂ, മജാസ് മാന വെക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ അന്യോന്യം തൊടുക എന്നല്ല മാന സഹി ആവില്ലെങ്കിൽ സംയോഗം ചെയ്യാന്നൊക്കെ. ഇവിടെ എന്താ സഹിയാകാത്ത കുഴപ്പം ഞങ്ങൾ പറഞ്ഞാണി? ഹഖീഖത്ത് സഹീഹാകുന്നിടത്ത് മജാസ് വെക്കാൻ പാടില്ല. അത് ഭാഷന്റെ പൊതു നിയമ. അപ്പോ തന്നെയല്ല 7 ഖുറായിങ്ങളുടെ ഖിറാഅത്തിൽ 3 കാര്യങ്ങളും ഓതിയത് ഔ ലമസ്തു മുന്നിസാ. അവിടെ പിന്നെന്താ ഘട്ടങ്ങള്? ലാമസ എന്നതിന് മജാസ് അർത്ഥം വെച്ചാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഏത് സംയോഗം ചെയ്യാം. ലമസ എന്നതിന് മജാസിലും അങ്ങനെ അർത്ഥമില്ല. അതല്ലേ കേസ്? 7 ഖുറായികളെ സബഅത്തുൽ ഖുറാന്റെ ഖിറാഅത്ത് മുതവാത്തിറാണ്. അതൊക്കെ ഖുർആനാണ്. ഒരു ഖിറാഅത്ത് മറ്റേ ഖിറാഅത്തിൽ ആശയം കൊണ്ട് വ്യത്യാസം വരാൻ പാടില്ല എന്നുള്ളത് മഹാന്മാരായ മുജ്തഹിദീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. മനസ്സിലായില്ലേ? ഈ 7 ഖിറായിങ്ങളുടെ ഖിറാഅത്ത് നിശ്ചയിച്ചവും ഖുർആനെ നിശ്ചയിച്ചവനാവും. 3 ഖുറായിങ്ങളും ഓതുന്നത് ഔ ലമസ്തു മുന്നിസാ. ലമസ എന്നതിന് മജാസായിട്ടും ഏതർത്ഥമില്ല, സംയോഗം ചെയ്യുക എന്നുള്ള അർത്ഥമില്ല. അതേസമയത്ത് ലാമസ എന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുക എന്ന അർത്ഥമുണ്ട്, അലങ്കാരികമായത് മജാസായിട്ട് സംയോഗം ചെയ്യാന്ന് അർത്ഥമുണ്ട്. അപ്പൊ ലാമസക്ക് സംയോഗം ചെയ്യാൻ അർത്ഥം വെച്ചാൽ ലമസ എന്ന ഖിറാഅത്ത് തെറ്റാണെന്ന് വരും. സബഅത്തുൽ ഖുറായിൽപ്പെട്ട 3 കാര്യങ്ങളുടെ ഖിറാഅത്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തിരിഞ്ഞിട്ട് ആ ഷാഫി ഇമാമിന് പഴിച്ചതാണെന്ന് മറ്റേ പാവം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര സാധുവിനെ ജിന്നുകളൊക്കെ പാടെ കൂടി പുറത്താക്കിപ്പോ. ഇൻസുകൾ ആദ്യം തന്നെ പുറത്താക്കിന്ന്, ജിന്നുകളും പുറത്താക്കിയെന്നാണ്. ഇനി എവിടുക്കാ പോവുക? ഷാഫി ഇമാമിനോടൊക്കെ പൊരുത്തം തേടി ഈജിപ്ത് പോയി കണ്ടൊന്ന് സിയാർത്ത് ചെയ്ത് പൊരുത്തപ്പെടിച്ചോട്ടെ, എന്നാ പറ്റും. കുരുത്തക്കടി ഷാഫി ഇമാമിന് തിരിഞ്ഞിട്ടില്ല. ആര്? കൂക്കടയിൽ ഡോക്ടറേറ്റുള്ള മനുഷ്യൻ പറയാം ഷാഫി ഇമാമിന് പഴിച്ചു ഏതാണ്. എന്താ കാട്ട്? ലാമസ എന്ന് 4 ആളോതുമ്പോൾ ലമസ എന്ന് 3 ആളോതിയിട്ടുണ്ട് ഹബീബേ. ഈ 2 ഖിറാഅത്തിന്റെയും മാനകൾ തമ്മിൽ വ്യത്യാസപ്പെടാൻ പാടില്ല, ആശയം യോജിക്കണം എന്നാണ്. ആശയം യോജിക്കണം എന്ന് പറഞ്ഞാൽ ലമസക്ക് അങ്ങനെ ഒരു മജാസിന്റെ അർത്ഥമുണ്ട് നിങ്ങൾ കൊണ്ടുവരും തെളിവ് ഇല്ല. അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാനില്ല ദുന്യാവില്. ലമസ എന്ന് പറഞ്ഞാൽ തൊടുക തന്നെയാണ് അർത്ഥം. സംയോഗത്തിൽ താഴെയുള്ള സ്പർശനത്തിന് ലമസ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അപ്പൊ ആ അർത്ഥം വെക്കാനല്ലേ പറ്റുള്ളൂ, എന്നാലല്ലേ രണ്ടാമത്തെ ഖിറാഅത്ത് സഹിയാവുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഐ ലമസ്തും എന്ന് തഫ്സീർ കൊടുത്ത് ഈ രണ്ടാമത്തെ ഖിറാഅത്തിനെ യോജിപ്പിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ ഖിറാഅത്തിനും അർത്ഥം വെച്ചുകൊള്ളണം എന്ന്. വലൗ ശക്ക, ഒരാൾ സംശയിച്ചാൽ. എന്താ സംശയിച്ച്? അപ്പൊ തൊട്ടാ തോറിയുന്നായി. ഇനി ഒരിക്കൽ സംശയം, ഹൽമാലമസഹു ഷഅറുൻ ഔ ബശറുൻ,
തൊട്ടാണ്, ഒരു പെണ്ണിനെ തൊട്ടാണ്, ഒരു പെണ്ണല്ലെങ്കിൽ ഒരു ആണിനെ തൊട്ടാണ്. പക്ഷെ തൊട്ടത് എവിടെയാണ്? മുടിയാണോ തൊട്ടത് അതല്ല തൊലിയാണോ? മുടി തൊട്ടാ മുറിയിലാന്ന് നമ്മൾ പറഞ്ഞല്ലോ, തൊലി തൊട്ടാ മുറിയും ചെയ്യും. അപ്പൊ സംശയം, തൊട്ടിന് ഉറപ്പ് തൊലിയാണോ മുടിയാണോ എന്ന് സംശയം. എന്നാലും അന്തത്തിൽ അതുകൊണ്ട് ഉതൂറിയില്ല, സംശയം കൊണ്ട് കാര്യമില്ല, ഉറപ്പുണ്ടെങ്കിലേ ഉതൂറിയുള്ളൂ. ഒരു മനുഷ്യന്റെ കൈ സ്പർശിച്ചു അലാ ബശറത്തിൻ, ഒരു മനുഷ്യന്റെ തൊലിയിൽ. പക്ഷേ ആയാലുമോ ഇവൻ അറിഞ്ഞൂടാ അഹിയ ബശറത്തു റജുലിൻ ഔ ഇംറാത്തിൻ, അവിടെ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. ഏതോ ഒരാളുടെ ശരീരത്തിൽ കൈവെട്ടി. ഇപ്പൊ തവാഫൊക്കെ ചെയ്യുമ്പോ അങ്ങനെയല്ലേ? കാസർഗോഡുകാരി മൗലൂദിന് ഔലു വയ്ക്കുമ്പോൾ ഔലും പോലും കൂട്ടിക്കുവച്ചിട്ടാണ്ടാകുക, എന്നേക്ക് ആണും പെണ്ണും ഒന്നായിട്ട് കൂട്ടിക്കുവഞ്ഞിട്ടാണ്ടാകുക. അതിൽ ആരോ ഒരാളെ മേത്ത് കൈ തട്ടിയെന്ന്, ആണിന്റെ മേത്താണോ തട്ടിയത് പെണ്ണിന്റെ മേത്താണോ തട്ടിയെന്ന് അറിയണില്ല. എന്നാലും അറിയില്ല. ഇതുപോലെ അയ്യവശത്തുറജിന് ആണിന്റെ പെണ്ണിന്റെ തൊലിന്ന് അറിയില്ലെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ എന്നാലും മുറിയില്ല. അതല്ലെങ്കിൽ ഔഷക്കറുകൾ സംശയിച്ചു അല്ലമസ മഹ്റമൻ ഔ അജ്നബിയത്തൻ, മഹ്റമിനെയാണോ തൊട്ടത്, അതാ തൊട്ടാന്ന് പറയാത്ത പെങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഉമ്മ ഉണ്ട്, അല്ലെങ്കിൽ ഇളയമ്മ മൂത്തമ്മ ഉണ്ട്, അല്ലെങ്കിൽ മകളുണ്ട്, ആ കൂട്ടത്തിൽ വേറെ അയലോകത്തുള്ള ഒരു പെണ്ണുങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ മാണ്ട ഓന്റെ പെണ്ണുങ്ങളുണ്ടെന്നേ, ഓന്റെ പെണ്ണുങ്ങള് അന്യ ആയതുകൊണ്ടാണല്ലോ കെട്ടാൻ പറ്റിയത്. ആ വാബിയൊക്കെ വലിയ പേടി, അവനാൻ കെട്ടി പെണ്ണുങ്ങൾ അന്യ പെണ്ണാണോ? എടോ അന്യ പെണ്ണായതുകൊണ്ടല്ലേ കെട്ടാൻ പറ്റിയത്. അന്യ പെണ്ണല്ലാത്ത സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട പെണ്ണാണെങ്കിൽ കെട്ടാൻ പറ്റൂലല്ലോ. അപ്പോ സ്വന്തം ഭാര്യയുണ്ട്, മോളും ഉണ്ട്, പങ്ങളും ഉണ്ട്, തവാഫ് ചെയ്യാം. അതിൽ ഈതിച്ചങ്ങൾ ഏതോ ഒരുത്തിന്റെ മേത്ത് തൊട്ട്. അപ്പൊ എന്റെ മോളെയാണോ ഞാൻ തൊട്ടത്, അല്ല മോളെ ഉമ്മനെയാണോ തൊട്ടത്, എന്റെ ഭാര്യനെയാണോ തൊട്ടത്, സംശയം. അങ്ങനെ സംശയമായാലും മുറിയിലാന്ന് അവർക്ക് ഉറപ്പ് വേണം. നഷ്ടം ഉദുമുറിയിൽ അന്യരാണ് എന്നുള്ളത്. ഖാല ശൈഖുനാ ഫീ ശറഹിൽ ഉബാബ്, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് തന്റെ ശറഹിൽ ഉബാബ് എന്ന കിതാബിൽ പറഞ്ഞു. എന്താണ്? വലൗ അഖ്ബറഹു, വിവരം നൽകി. അങ്ങനത്തെ ആളാണ് അദ്ലുൻ. വലൗ അഖ്ബറഹു അദ്ലുൻ, ഒരു വിശ്വസ്തനായ ഒരാള് തന്നോട് വിവരം പറഞ്ഞു. ബിലംസിഹ, ഒരു അന്യ പെണ്ണ് തൊട്ടിരിക്കുന്നു, ലഹു തന്നെ, എടാ ചങ്ങായി എന്നെ തൊട്ട് ഒരു അന്യരിക്കണ പെണ്ണാണ് എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഈ വ്യക്തിയോട് പറയാണ്, കീവായി പോയിട്ടുണ്ട്. എപ്പോ ഫിഹാരിൻ ഇരിപ്പിടത്തിൽ ചന്തി നല്ലോ ഉറപ്പിച്ചിരുന്ന് ഉറങ്ങേനി. ഇയാൾ ഉറങ്ങണതിന്റെ ഇടയിൽ അടുത്തൊരാളുണ്ട് ഇങ്ങനെ ഖുർആൻ ഓതി കുത്തിരിക്കണ, അല്ലെങ്കിൽ ദിക്റലി കുത്തിരിക്കണ്. ഇയാൾ ഉണർന്നതിന് ശേഷം പറഞ്ഞു, കാക്ക കീവായി നല്ലോണം പോയിട്ടോ ഉറക്കത്തില്. അയാള് ഇരിപ്പിടം നല്ലോണം ഉറപ്പിച്ചിരുന്ന് ഉറങ്ങിയൊക്കെ തന്നെ. എന്നാൽ അപ്പോ താൻ ഒരാൾ തൊട്ടത് അത് അന്യൊരു പെണ്ണാണ് എന്ന് ഒരു വിശ്വസ്തനായ ഒരാൾ പറയുന്നു. അതല്ലെങ്കിൽ താൻ ഇരിപ്പിടം നന്നായി ഉറപ്പിച്ചിരുന്ന് ഉറങ്ങി, ഉണർന്നപ്പം ഒരാൾ പറഞ്ഞു നിങ്ങൾ ആ ഉറക്കത്തിന്റെ ഇടയിൽ കീവായി പോയിണെന്ന് പറഞ്ഞു. എന്നാൽ വജബ അലൈഹിൽ അഖ്ദു ബിഖൗലിഹി, ആ വിശ്വസ്തനായ ആളുടെ അഭിപ്രായം സ്വീകരിക്കൽ വുജൂബാകും എന്നൊരഭിപ്രായം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് തങ്ങൾ തന്റെ ശറഹുൽ ഉബാബ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മുഅ്തമദല്ല. മനസ്സിലായോ? അത് മുഅ്തമദല്ല. കാരണം എന്താ? വുദൂ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് അതുകൊണ്ട് വന്നേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നേരത്തെ വുദൂ എടുത്തിരുന്നു എന്നും ഇരിപ്പിടം ഉറപ്പിച്ചിരുന്നുറങ്ങിയതാണ് എന്നും ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അന്യൊരു പെണ്ണ് തൊട്ടു എന്നതൊരു വിശ്വസ്തനായ ഒരാൾ പറഞ്ഞാൽ അതുകൊണ്ട് വന്ന് കിട്ടും. അപ്പൊ വുദൂ മുറിഞ്ഞു എന്ന വന്നുകൊണ്ട് വുദൂ ഉണ്ട് എന്ന യഖീൻ ഉയരുന്നതല്ല എന്നതാണ് മദ്ഹബിൽ മുഅ്തമദ്. അപ്പൊ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വുദൂ എടുത്താൽ നല്ലതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ശറഹുൽ ഉബാബിൽ പറഞ്ഞത് മുഅ്തമദല്ല. ഇനി എന്തും വേണം. തലാഖി ബശറത്തെ ഉൻസ, ആണ് പെണ്ണുങ്ങളുടെ തൊലി തമ്മിച്ചേരുക. ബികിബരിൻ ഫീഹിമാ, രണ്ടാളിലും വൽപ്പത്തരമുള്ളതോടുകൂടി എന്ന് പറഞ്ഞാൽ ചെറുപ്പാകരുത്, കുഞ്ഞുങ്ങളാകരുത്.
മുറിയുന്ന പ്രശ്നമില്ല ബിതലാഖീഹിമാ ആണ് പെണ്ണുങ്ങളുടെ തൊലി തമ്മിൽ കൂടിച്ചേരൽ കൊണ്ട് മസിഗരിൻ ഫീഹിമാ രണ്ടാളും ചെറിയ കുട്ടികളാണ്, എന്നാൽ അതുകൊണ്ട് മുറിയില്ല. ഔ ഫീ അഹദിഹിമാ ഒരാള് ചെറുതാണ് ഒരാളത് വലുതാണ്, എന്നാലും മുറിയില്ല. എന്ന് പറഞ്ഞാൽ വലിയൊരു പെണ്ണ് ചെറിയൊരു ആൺകുട്ടിനെ തൊട്ടു, അല്ലെങ്കിൽ വലിയൊരാണ് ചെറിയ ഒരു പെൺകുട്ടിനെ തൊട്ടു, എന്നാ മുറിയില്ല. രണ്ടാളും വലിയവരാണെങ്കിലേ കെട്ടുണ്ടോ? എന്ത് കെട്ട്? കട്ടൊന്നും ഞങ്ങൾ നല്ല എന്താക്കി കളി, ആ നിങ്ങളെ പി സി ഒന്ന് ക്ലീൻ ചെയ്താലേ, പി സി അല്ല അതിന്റെ ഇത് ഏത് എന്നാല് ആ സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, അപ്പൊ കട്ടുപോകും. ചില ആളുകൾക്ക് സ്വന്തം അനുഭവപ്പെടും അത്. അതിന്റെ ഇത് അവനാന്റെ പീസിന്റെ ആ സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഒരു കാവി കളറിലുള്ള ഒരു മെസ്സേജ് വെയിലക്സേര് തരും, അത് കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ടില്ല തന്നെ. ഒരാളും കുട്ടികളാണ് ലൈംഗിക വികാരത്തിന് സാധ്യത കാണുന്നില്ല, അതുകൊണ്ട് ഒക്കെ ആദത്തിനാ നോക്കണം കേട്ടോ. ആദത്തൻ അങ്ങനെ സാധ്യതയില്ല, അതുകൊണ്ട് അവിടെ ഉളുമുറിയില്ല. എന്നാൽ വൽ മുറാദു ബിൽ സിഗരി ചെറുപ്പം എന്ന് പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം മൻ ലാ യുസ്തഹാ ഉർഫൻ ഗാലിബൻ സാധാരണഗതിയിൽ നാട്ടുനടപ്പനുസരിച്ച് മാന്യന്മാരായ ആളുകൾക്ക് ശൈവത്ത് തോന്നാത്തത് അങ്ങനെ കൂട്ടിക്കൊടുക്കാഞ്ഞാലേ, ഇപ്പോ 2 വയസ്സായ ഒരു നാടോടിക്കുട്ടിനെ ഒരു മാപ്പിളന്റെ പേരുള്ള ഒരുത്തൻ തിരൂരിന്ന് എടുത്തു തള്ളന്റെ അടുത്ത് ഉറങ്ങുന്നോടത്ത് എടുത്തുകൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയില്ലേ, പ്രമാദമായ കേസ്. അതിന്റെ വിധി വന്നൂന്നോ അതോ വാദം കഴിഞ്ഞു നോക്ക് അതിന്റെ അടുത്ത് കേട്ടീനി. ഏതായാലും ആട്ടെ, അങ്ങനെയുള്ള ചില മൃഗങ്ങളുണ്ടല്ലോ. 3 വയസ്സായ കുട്ടീനെ, ഇനി 3 വയസ്സൊന്നും വേണ്ട, 6 മാസമായ കുട്ടീനെ വരെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ചില മൃഗങ്ങൾ, ലൈംഗിക രോഗികളുണ്ട്, ഞരമ്പ് രോഗികൾ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെല്ലാം നോട്ടം. മറിച്ച് സാധാരണഗതിയിൽ മാന്യന്മാരായ ആളുകൾക്ക് ശൈവത്ത് തോന്നാത്തത്, അത് ഇത്ര വയസ്സ് എന്ന് പറയാൻ പറ്റൂല. കുട്ടികളുടെ ശരീര വളർച്ചയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ പ്രത്യേകമായ ശരീരത്തിന്റെ അവസ്ഥയും ഒക്കെ നോക്കിയിട്ട് പ്രായത്തിൽ ഏറ്റക്കുറവ്. ചിലർ 7 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പരിധിയല്ല. കുട്ടിയുടെ ശാരീരിക സൗന്ദര്യവും ശരീര വളർച്ചയും ഒക്കെ വെച്ചിട്ട് ഒരു മാന്യനായ മനുഷ്യന് സാധാരണഗതിയിൽ കണ്ടാൽ ലൈംഗികമായ താല്പര്യം തോന്നുന്ന പ്രായം ഉള്ള ആൺകുട്ടി പെൺകുട്ടി അതൊക്കെ തൊട്ടാവുന്ന പറയും. അതാ ഇങ്ങനെയുള്ളത് കൊണ്ടൊക്കെ വുദു മുറിയുന്ന വുദു മുറിയാത്തതോ അത് കുറച്ചുകൂടി ഉള്ളൂല്ലേ, അതാണ് തീർത്താതെ. പിന്നെ പറയാൻ കുറെ ഉണ്ട്, അവർക്ക് ഇൻഷാള്ള എന്ത് സമയമില്ലെങ്കിൽ നാളെയും പറയാം. ഇനി ആ വിഷയത്തിലേക്ക് വുദു ഇല്ലാത്തവർക്ക് ആറാമാവുന്ന വിഷയമാണ് നാളെ പറയാനുള്ളത്. ലാ തലാഖി ബശറൈഹിമാ സ്ത്രീ പുരുഷന്മാരുടെ വലിയവരാണെങ്കിലും സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ കൂടിച്ചേരൽ കൊണ്ട് വുദു മുറിയില്ല. എപ്പോ മഹറമിയത്തിൻ ബൈനഹുമാ ഈ സ്ത്രീക്കും പുരുഷനുമിടയിൽ ലൈംഗിക വിവാഹബന്ധം നിഷിദ്ധമാവുന്ന നിലക്കുള്ള ബന്ധം ഉണ്ടെങ്കിൽ മഹറമാകുക. പണ്ട് നമ്മൾ വിശദമായിട്ട് നമ്മളെ ഹുലാസ് ഓതിയ സമയത്ത് കെട്ടൽ ഹറാമാവുന്നവർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബ ബന്ധത്തിലൂടെയും മുലകുടി ബന്ധത്തിലൂടെയും വിവാഹബന്ധത്തിലൂടെയും 3 നിലക്ക് കെട്ടുബന്ധം ഹറാമാവുന്ന ആളുകളെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ആളുകൾ തമ്മിൽ തൊട്ടാൽ ഉതുമുറിയില്ല. എങ്ങനെ ബിനസബീൻ, അതാണ് ഒരുന്നൊരികൾ കുടുംബബന്ധം കൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ സ്വന്തം മകള്, പെങ്ങള്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തി, ഉമ്മാന്റെ അഞ്ചത്തി, ബാപ്പാന്റെ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, ഇങ്ങനെ പോകുന്ന. അതല്ലെങ്കിൽ ഔറവായിൻ മുലകുടി ബന്ധം കൊണ്ട് 2 വയസ്സ് തികയാത്ത ഒരു കുട്ടി 5 പ്രാവശ്യം ഒരു സ്ത്രീയുടെ മുല പാല് കുടിച്ചാൽ ആ കുട്ടി ആ പെണ്ണിനെ സംബന്ധിച്ച് സ്വന്തം മകനെ പോലെ മകളെ പോലെ. ഈ കുട്ടിക്ക് ആ ഉമ്മ, ആ ഉമ്മാന്റെ ഉമ്മ, ആ ഉമ്മാന്റെ ഏട്ടത്തി അഞ്ചത്തി, ആ ഉമ്മാന്റെ മക്കള്, ആ ഉമ്മാന്റെ ബാപ്പാന്റെ ഉമ്മ, ആ ഉമ്മാന്റെ ഉമ്മ, ആ ഉമ്മാന്റെ ഭർത്താവിന്റെ ഉമ്മ തുടങ്ങിയവരൊക്കെ കുട്ടിന്റെ ഉമ്മാവും. ഇങ്ങനെ പറഞ്ഞ ബന്ധത്തിലുള്ള കുടുംബങ്ങൾ. ഔ മുസാഹറത്തിൻ, അല്ലെങ്കിൽ വൈവാഹിക ബന്ധം കൊണ്ട്. വൈവാഹിക ബന്ധം എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ പെണ്ണുങ്ങള്, മകന്റെ ഭാര്യ,
ഭാര്യയുടെ ഉമ്മ തുടങ്ങിയ ആളുകൾ അതൊക്കെ നേരത്തെ പറഞ്ഞു പോയതാ. ഇവിടെ ഖുലാസെ പറഞ്ഞതാ. നിക്കാഹിന്റെ ബാബു വരുമ്പോ മൊത്തം പറയും വിശദമായിട്ട്. ഇങ്ങനെയുള്ള മൂന്നാലൊരു കാരണം കൊണ്ട് കുടുംബ ബന്ധം, മൂലകുടി ബന്ധം, വൈവാഹിക ബന്ധം എന്നീ ബന്ധങ്ങളെ കൊണ്ട് പരസ്പരം വിവാഹം നിഷിദ്ധമായ ആളുകൾ തമ്മിൽ തൊട്ടാൽ അന്യപുരുഷന്മാര് വലിയവരാണെങ്കിലും മുറിയില്ല. എന്തുകൊണ്ട്? ഇന്തിഫായി മവന്നത്ത് ഷഹ്വത്തി, മാന്യന്മാരായ ആളുകൾക്ക് സാധാരണഗതിയിൽ ഷഹ്വത്ത് തോന്നാറില്ല. സ്വന്തം മാതാവിനെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ചില മൃഗങ്ങളുണ്ട്. തന്നെയല്ല ഭാര്യനെ മാറ്റി നിർത്തിയിട്ട് അമ്മായിമാന്റെ ഒപ്പം കിടക്കുന്ന ചില മൃഗങ്ങളൊന്നും പറയാൻ പറ്റൂല. മൃഗങ്ങളെക്കാളും മോശപ്പെട്ടവരും ഉണ്ട്. സ്വന്തം മകൾ ഉപയോഗിക്കുന്നവരും സ്വന്തം പെങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോ അതൊക്കെ ശരിക്കും മാനസിക നില തെറ്റിയ അധികം ആ സംഭവത്തിലേക്കൊക്കെ പോകുന്ന നല്ലൊരു ഭാഗം എന്തുകൊണ്ടായിരിക്കും? ഈ ബുദ്ധിക്ക് സമനില തെറ്റി ഈ ലഹരി അയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് അധികം അങ്ങനത്തെ പോകുന്നത്. ഇനി അല്ലാതെ ചില ഞരമ്പ് രോഗം ബാധിച്ച ആളുകളൊന്നും അതിൽ മാന്യന്മാർക്ക് ഇങ്ങനെയുള്ള രക്തബന്ധത്തിലും ഉളകുടി ബന്ധത്തിൽ വൈവാഹിക ബന്ധത്തിൽ നിഷിദ്ധമായ ആളുകളോട് ലൈംഗിക ചുവ തോന്നില്ല. അതുകൊണ്ട് അവരെ തൊട്ടാൽ മുറിയില്ല. കൂട്ടത്തിൽ വലവിഷ്ടബഹത്ത് മഹറമുഹു, ഇവന് തൊട്ടാൽ മുറിയാത്ത മഹറമായ ഒരു പെണ്ണ് ഇടയിൽപ്പെട്ട് തിരിച്ചറിയാതെ ബി അജ്നബിയാത്തിൻ കുറെ അന്യ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 25 പെണ്ണുങ്ങൾ ഒരു സഭയിലിട്ട് കുട്ടിക്കൊളി, അതിൽ ഇവന്റെ ഒരു പെങ്ങളും ഉണ്ട്. അപ്പൊ 24 അന്യ പെണ്ണുങ്ങളാണ്. ഇവന്റെ പെങ്ങളും ഉണ്ട്. അതിൽപ്പെട്ട ഏതോ ഒരു പെണ്ണിനാണ് തൊട്ടു. ഫലമസ അജ്നബിയാത്തിൻ മഹസൂറാത്തിൻ, അതിന് 10, 20, 25 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എണ്ണി തീർക്കാൻ പറ്റുന്ന നിശ്ചിത ആളുകളോ 25 പെണ്ണുങ്ങളോ 20 പെണ്ണുങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇവന്റെ ഒരു പെങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവന്റെ ഒരു ഇളയമുണ്ട്, അല്ലെങ്കിൽ ഇവന്റെ അമ്മായിമുണ്ട് എന്ന് ചോളി. ഫലമസവാഹിദറിയില്ല. കാരണം എന്താ? അന്യ പെണ്ണാണെന്ന് ഉറപ്പായിട്ടില്ലല്ലോ. ഇവന്റെ അമ്മായിമാനെയാണെങ്കിലോ തൊട്ട്, അല്ലെങ്കിൽ ഇവന്റെ പെങ്ങളെയാണോ തൊട്ട്, അപ്പൊ മുറിയില്ലല്ലോ. ഒരു പെണ്ണിനെ തൊട്ടെന്ന് ഉറപ്പാ വലിയ പെണ്ണ് തന്നെയാണ്. പക്ഷെ അന്യ പെണ്ണാണെന്ന് ഉറപ്പില്ല. അധികം അന്യ പെണ്ണുകളാണ്. 1 2 ഒക്കെ മഹറമോ ഉണ്ട്, എന്നാ ഒന്നും മുറിയില്ല. വഖദ അങ്ങനെ തന്നെ ബിഗൈരി മഹസൂറാത്തിൻ അലൗജഹി, കുറെ പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 250 പെണ്ണുങ്ങളുണ്ട് സഭയിൽ. അതിൽ ഇവന്റെ ഒരു അമ്മായിമ്മയും ഉണ്ട്. അതിൽപ്പെട്ട ഏതോ ഒരു പെമ്പറന്നോളെ തൊട്ടു, എന്നാലും മുറിയില്ല. പഠിച്ചോനെ 250 അന്യ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരൊറ്റ അമ്മായിമ്മ. ആയിക്കോട്ടെ, നീ തൊട്ട് ഇപ്പൊ ആരെയാണ് നിങ്ങൾക്ക് ഉറപ്പില്ലല്ലോ? ഇല്ല. അമ്മായിമാനെ എല്ലാം ഉറപ്പുണ്ടോ? ഇല്ല. അമ്മായിമ്മ ആണെന്ന് ഉറപ്പുണ്ടോ? അതുമില്ല. ഉതു എടുത്തിട്ടില്ലേ? ആ ഉണ്ട്. ഉതു എടുത്തു എന്നുള്ള ഉറപ്പ്, ഉതു മുറിഞ്ഞു എന്നുള്ള ഉറപ്പില്ലാത്തോടത്തോളം കാലം അവിടെ കിടക്കും. അപ്പോ നിശ്ചിതമായ 10 20 പെണ്ണുങ്ങളുള്ള സഭയിൽ ഇവന്റെ മഹറം ഒന്നുണ്ട്, എന്നിട്ട് ഏതോ ഒന്നിനെ തൊട്ടു. അതല്ലെങ്കിൽ ഒരുപാട് 10 500 പെണ്ണുങ്ങളുള്ള കൂട്ടത്തിൽ ഇവന്റെ ഒരു മഹറമുണ്ട്, അതിൽ നിന്ന് ഏതോ ഒന്നിനെ തൊട്ടു. അന്യ പെണ്ണാണെന്ന് ഉറപ്പാകാത്തിടത്തോളം കാലം ഉതു മുറിയില്ല. അതിന് മൊത്തം പറയാം. ഉതു ഉണ്ട് എന്ന ഉറപ്പ് അത് ഉയർന്നു പോവില്ല. ഔ ഹദസിന് അല്ലെങ്കിൽ ഉതു ഇല്ല എന്ന ഉറപ്പ് അതിന്റെ വിപരീതം ഭാവിക്കൽ കൊണ്ട് വിപരീതത്തിന് ഉറപ്പാട് വരണം. ഒരു യഖീൻ, ഒരു ഉറപ്പ് ഉയരണമെങ്കിൽ മറ്റേ ഭാഗത്തും ഒരു ഉറപ്പ് വേണം. അല്ലെങ്കിൽ സംശയം കൊണ്ടോ ഊഹം കൊണ്ടോ എന്നല്ല ഒന്നുകൊണ്ട് പോലും യഖീൻ ഉയരുന്നതല്ല. അതാ നേരത്തെ ഞാൻ പറഞ്ഞത് സഹൽ ബാബുന്റെ മസ്അല ലൈഫാണ്. കാരണം ഉദു എടുത്തുന്നുള്ള യഖീൻ ഒരു ഖബർ വാഹിദ് കൊണ്ടിട്ട് വെന്നെ കിട്ടുള്ളൂ, വെന്നു കൊണ്ടുവരൂല എന്ന് പറഞ്ഞു. വലാബിശക്കി ഫീഹി, വെന്നുകൊണ്ട് തന്നെ ഉയരുമെങ്കിൽ ശെക്കൊണ്ട് എന്തായാലും വരൂല. ഏത് ഹദസിനെ അല്ലെങ്കിൽ ഉദുവിനെ ശക്കിച്ച് അന്നേരം ഉദു മുറിഞ്ഞു എന്ന് ഉറപ്പാ. ഉദു എടുത്തോന്നൊരു തോന്നലേ ഉള്ളൂ, എന്നാ ഉദു ഇല്ലാന്ന് തന്നെ. അല്ലെങ്കിൽ ഉദു എടുത്തെന്ന് ഉറപ്പാ, മുറിഞ്ഞു എന്നൊരു തോന്നല്, എന്നാ ഉദു മുറിയില്ല. അൽമഫൂമില്ലാവൂല. പിന്നെ ശെക്കൊണ്ട് എന്താ കൊണ്ട് പിടിച്ചോളണം. അതായത് ഉദു എടുത്തെന്നാണ് ഉറപ്പ്, എന്നാ അതനുസരിച്ച് എന്നോ. മുറിഞ്ഞു തോന്നിയോണ്ട് സാരമില്ല. അല്ലെങ്കിൽ ഉദു മുറിഞ്ഞു എന്നാണ് ഉറപ്പ്, എന്നാ ഉദു എടുത്തെന്ന് തോന്നിയോണ്ട് കാര്യമില്ല. ഉദു ഇല്ലാന്ന് വെച്ചിട്ട് രണ്ടാമത് ഉദു എടുത്തോളണം. ഇസ്തിസ്ഹാബല്ലഹു, യഖീനും ഇസ്തിസ്ഹാബ് ചെയ്യാം എന്ന് പറഞ്ഞാൽ യഖീൻ ഉറപ്പുള്ള കാര്യത്തിനെ തുടർന്ന് വരുന്നു എന്ന് വെക്കുക. ആ ഉറപ്പ് എന്താണ്? ഉദു ഉണ്ട് എന്നാണോ? എന്നാ അപ്പോ ഇല്ലാന്ന് ഉറപ്പ് വരാത്തോടത്തോളം ഉദു ഉണ്ടെന്ന് വെക്കുക. അല്ല ഉദു ഇല്ലാന്നാണോ ഉറപ്പ്, എന്നാ ഉദു എടുത്തെന്ന് ഉറപ്പാകുന്നത് വരെ ഉദു ഇല്ലാന്ന് വെക്കുക. അങ്ങനെ
അങ്ങനെ അത് ഏകദേശമാണ് കഴിഞ്ഞു. ഇനി വുദു ഇല്ലാത്തവർക്ക് ഹറാമാവുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. ബാക്കി കാര്യം ഇനി കുറച്ചു നേരം സംശയം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓർക്ക് വേണ്ടിയിട്ട് ഇനി മൈക്ക് കൊടുക്കുക, കുറച്ച് സമയം അങ്ങനെ നോക്കാലോ. ഇസ്കാൻ ചോദിക്കാൻ, സംശയം ചോദിക്കാൻ, അറിയാത്തത് പഠിക്കാനൊക്കെ ഉള്ള ആളുകൾ ഒടൂന് അസറാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വല്ലാക്ക മൈക്കുമ്പോൾ ഇങ്ങനെ മുട്ടുമ്പോ വരിവരിയായിട്ട് കൈയൊന്നിച്ച് നിൽക്കാൻ നിൽക്കണ്ട. സമയമുള്ളപ്പം വേഗം വന്നാൽ നമുക്ക് കുറേശ്ശെ പറയാം. മനസ്സിലായില്ലേ? മൈക്ക് കിട്ടും.